ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് രാത്രി നമ്മൾ 16-ാം നൂറ്റാണ്ടിലെ മുഗൾ ഇന്ത്യയുടെ കണ്ണഞ്ചിപ്പിക്കുന്ന കൊട്ടാരങ്ങളിലേക്കാണ് യാത്ര ചെയ്യുന്നത്. കഥ നടക്കുന്നത് ഇന്നത്തെ പാകിസ്ഥാനിലെ ലാഹോറിലും നമ്മുടെ സ്വന്തം ആഗ്രയിലുമായി പരന്നുകിടക്കുന്ന അവിഭക്ത ഇന്ത്യയുടെ ഹൃദയഭാഗത്താണ്. നമ്മുടെ പ്രധാന കഥാപാത്രങ്ങൾ ചരിത്രത്തിലെ അതികായന്മാരാണ്. ഒന്ന്, മുഗൾ സാമ്രാജ്യത്തിലെ ഏറ്റവും ശക്തനായ ചക്രവർത്തിമാരിലൊരാളായ അക്ബർ. തൻ്റെ ഭരണപരിഷ്കാരങ്ങൾ കൊണ്ടും സൈനിക മുന്നേറ്റങ്ങൾ കൊണ്ടും ഒരു വലിയ സാമ്രാജ്യം കെട്ടിപ്പടുത്ത വ്യക്തി. രണ്ടാമൻ അദ്ദേഹത്തിൻ്റെ മകൻ, നീണ്ട കാത്തിരിപ്പുകൾ കൊടുന്ന് ജനിച്ച കിരീടാവകാശി സലീം രാജകുമാരൻ. പിൽക്കാലത്ത് ജഹാംഗീർ എന്ന പേരിൽ ചക്രവർത്തിയായ അതേ സലീം. ഇതൊരു പ്രണയകഥയാണ്. പക്ഷേ വെറുമൊരു പ്രണയകഥയല്ല. സ്വന്തം അച്ഛനോട് യുദ്ധം ചെയ്യാൻ ഒരു മകനെ പ്രേരിപ്പിച്ച പ്രണയം. ഒരു സാമ്രാജ്യത്തെ മുഴുവൻ പിടിച്ചുകുലുക്കിയ ഒരു ബന്ധം. ഒരു സാധാരണ നർത്തകിയുടെ ജീവനെടുക്കാൻ ഒരു ചക്രവർത്തിയെ നിർബന്ധിതനാക്കാൻ പ്രേരിപ്പിച്ച പ്രണയം. അവളുടെ ജീവൻ രക്ഷിക്കാൻ ഒരു രാജകുമാരന് നിസ്സഹായനായി നോക്കി നിൽക്കേണ്ടി വന്ന നിമിഷങ്ങൾ. ചക്രവർത്തിയുടെ കൽപ്പനയിൽ ഇഷ്ടികകൾ ഓരോന്നായി ഉയർന്ന് ജീവനുള്ള ഒരു ശരീരം അതിനുള്ളിൽ എന്നേക്കുമായി മറയുമ്പോൾ ആ ഇരുട്ടിൽ മുഴങ്ങിക്കേട്ട നിശബ്ദമായ നിലവിളിയുടെ കഥയാണിത്. ഒരു മിനിറ്റ് സുഹൃത്തുക്കളെ, കഥ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം. നിങ്ങൾ ഈ രാത്രി യാത്രകൾ ശരിക്കും ആസ്വദിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സ്ലംബർ സാഗ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ എവിടെ നിന്നാണ് ഇത് കേൾക്കുന്നത്, ഇപ്പോൾ അവിടെ എത്ര സമയമായി എന്നതിനെക്കുറിച്ച് ഒരു കമൻ്റ് ഇടുക. കാരണം ആരൊക്കെ എവിടെ നിന്നൊക്കെയാണ് ഈ കഥ കേൾക്കുന്നതെന്ന് എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ബെഡ്റൂം ലൈറ്റുകൾ ഡിം ചെയ്യുക. നല്ലൊരു പശ്ചാത്തല ശബ്ദത്തിനായി ആ ഫാൻ ഓൺ ചെയ്യുക. ഇന്ന് രാത്രിയിലെ ഈ യാത്രയിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. നമ്മുടെ കഥ ആരംഭിക്കുന്നത് അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലാണ്. പക്ഷേ നമ്മൾ കേട്ടുപരിചയിച്ച ഡൽഹിയിലെയോ ആഗ്രയിലെയോ കൊട്ടാരത്തിലല്ല. ചക്രവർത്തി തൻ്റെ പുതിയ തലസ്ഥാനമായി പണിത ഫത്തേപൂർ സിക്രിയുടെ വിശാലമായ മണൽ കൽക്കെട്ടുകൾക്കുള്ളിൽ. ഇങ്ങോട്ട് നോക്കിയാലും ചുവന്ന കല്ലിൽ കൊത്തിയെടുത്ത കൊട്ടാരങ്ങളും ജലധാരകളും മൈലുകളോളം പരന്നുകിടക്കുന്ന ഉദ്യാനങ്ങളും. ഇവിടെ അധികാരത്തിന് ഒരു കുറവുമില്ല. സ്വർണത്തിനും രത്നത്തിനും ഒരു പഞ്ഞവുമില്ല. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള വ്യാപാരികളും കവികളും കലാകാരന്മാരും ചക്രവർത്തിയെ ഒരു നോക്കുകാണാൻ കാത്തു നിൽക്കുന്നു. അക്ബറിൻ്റെ പേര് കേട്ടാൽ ഭയന്നുപറയ്ക്കാത്ത അയൽരാജ്യങ്ങളില്ല. അദ്ദേഹത്തിൻ്റെ സൈന്യം ഒരു കൊടുങ്കാറ്റുപോലെയാണ്. മുന്നിൽ വരുന്നത് എന്തും തകർത്തെറിയും. ചുരുക്കി പറഞ്ഞാൽ അക്ബറിൻ്റെ സാമ്രാജ്യത്തിൽ സൂര്യൻ അസ്തമിക്കുന്നില്ല എന്നു തന്നെ പറയാം. പക്ഷേ ഇത്രയൊക്കെ പ്രതാപവും അധികാരവും ഉണ്ടായിട്ടും ചക്രവർത്തിയുടെ മനസ്സിൽ ഒരു വലിയ സങ്കടം കനലായി നീറുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു കിരീടാവകാശിയില്ല. ഒരുപാട് ഭാര്യമാരുണ്ടായിട്ടും ജനിക്കുന്ന കുട്ടികളെല്ലാം ചെറുപ്പത്തിലേ മരിച്ചു പോകുന്നു. താൻ ഇത്ര കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ ഈ സാമ്രാജ്യം തനിക്ക് ശേഷം ആര് ഭരിക്കുമെന്ന ചിന്ത അദ്ദേഹത്തെ ഉറങ്ങാൻ പോലും അനുവദിക്കുന്നില്ല. കൊട്ടാരത്തിലെ വൈദ്യന്മാർ പല മരുന്നുകളും പരീക്ഷിച്ചു നോക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ പണ്ഡിതന്മാർ പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുന്നു. പക്ഷേ ഒന്നുകൊണ്ടും ഒരു ഫലവുമില്ല. ചക്രവർത്തിയുടെ ഓരോ ദിവസവും ആരംഭിക്കുന്നത് ഈ നിരാശയോടെയാണ്. തൻ്റെ സാമ്രാജ്യത്തിൻ്റെ ഭാവി ഒരു ചോദ്യചിഹ്നമായി മുന്നിൽ നിൽക്കുന്നു. അങ്ങനെയിരിക്കെയാണ് അദ്ദേഹം സിക്രി ഗ്രാമത്തിൽ താമസിക്കുന്ന സൂഫി സന്യാസിയായ ഷേഖ് സലീം ചിസ്തിയെക്കുറിച്ച് കേൾക്കുന്നത്. സാധാരണക്കാരും രാജാക്കന്മാരും ഒരുപോലെ ബഹുമാനിക്കുന്ന ഒരു വലിയ മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം നൽകാതിരിക്കില്ല എന്ന് ആളുകൾ വിശ്വസിക്കുന്നു. പ്രതീക്ഷയുടെ ഒരു ചെറിയ തിരുനാളം മനസ്സിൽ തെളിഞ്ഞതോടെ അക്ബർ ചക്രവർത്തി തൻ്റെ എല്ലാ പ്രൗഢിയും മാറ്റിവെച്ച് ഒരു സാധാരണക്കാരനെ പോലെ ആ സന്യാസിയുടെ കാൽക്കലെത്തുന്നു. 100 കണക്കിന് കിലോമീറ്ററുകൾ കാൽനടയായി യാത്ര ചെയ്താണ് അദ്ദേഹം അവിടെ എത്തുന്നത്. ഒരു സാമ്രാജ്യത്തിൻ്റെ അധിപൻ ഒരു കുഞ്ഞിനു വേണ്ടിയുള്ള തൻ്റെ ആഗ്രഹം ഒരു സന്യാസിയുടെ മുന്നിൽ തുറന്നു പറയുന്നു. എല്ലാം കേട്ട ശേഷം ആ സന്യാസി പുഞ്ചിരിച്ചുകൊണ്ട് ചക്രവർത്തിയോട് പറയുന്നു, വിഷമിക്കേണ്ട, താങ്കൾക്ക് തീർച്ചയായും ഒരു മകൻ ജനിക്കും. അതൊരു സാധാരണ വാക്കായിരുന്നില്ല, അതൊരു ഉറപ്പായിരുന്നു. ആ വാക്കുകൾ വിശ്വസിച്ച് അക്ബർ കൊട്ടാരത്തിലേക്ക് മടങ്ങുന്നു. ദിവസങ്ങൾ ആഴ്ചകൾക്കും ആഴ്ചകൾ മാസങ്ങൾക്കും വഴിമാറുന്നു. അധികം വൈകാതെ കൊട്ടാരത്തിൽ ആ സന്തോഷവാർത്തയെത്തുന്നു.
ചക്രവർത്തിയുടെ പ്രിയപ്പെട്ട ഭാര്യമാരിൽ ഒരാളായ ജോധാബായി ഗർഭിണിയാണ്. കൊട്ടാരം മുഴുവൻ പ്രാർത്ഥനയിലാണ്. ഓരോ നിമിഷവും എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഒടുവിൽ 1569 ഒരു പ്രഭാതത്തിൽ ആ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് ഫത്തേപുർ സിക്രിയിലെ കൊട്ടാരത്തിൽ ഒരാൺകുഞ്ഞിൻ്റെ കരച്ചിൽ മുഴങ്ങുന്നു. മുഗൾ സാമ്രാജ്യത്തിന് അതിൻ്റെ കിരീടാവകാശി ജനിച്ചിരിക്കുന്നു. ആ സന്യാസിയോടുള്ള ബഹുമാന സൂചകമായി അക്ബർ തൻ്റെ മകന് സലീം എന്നു പേരിടുന്നു. സാമ്രാജ്യം മുഴുവൻ ആഹ്ലാദത്തിലാണ്. നാളുകളായി ഒരു പിൻഗാമിക്കു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ജനങ്ങൾക്ക് ഇത് അവരുടെ സ്വന്തം ആഘോഷമാണ്. ദിവസങ്ങളോളം നീണ്ടുനിൽക്കുന്ന ആഘോഷങ്ങൾക്കാണ് ഫത്തേപുർ സിക്രി സാക്ഷ്യം വഹിച്ചത്. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും രാജാക്കന്മാരും പ്രഭുക്കന്മാരും സമ്മാനങ്ങളുമായി ചക്രവർത്തിയെ കാണാൻ ഒഴുകിയെത്തുന്നു. പാവപ്പെട്ടവൾക്ക് സൗജന്യമായി ഭക്ഷണം വിളമ്പുന്നു. തടവുകാരെ മോചിപ്പിക്കുന്നു. ഖജനാവ് തുറന്ന് സാധാരണക്കാർക്ക് നാണയങ്ങൾ വാരി വിതർന്നു. മുഗൾ സാമ്രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആഘോഷങ്ങളിലൊന്നായിരുന്നു അത്. സലീം രാജകുമാരൻ വളർന്നു വരുന്നത് ഈ ആഡംബരങ്ങളുടെയും സ്നേഹത്തിൻ്റെയും നടുവിലാണ്. അദ്ദേഹം കണ്ണു തുറന്നു കാണുന്നത് തന്നെ സ്വർണ്ണത്തൊട്ടിലിലാണ്. ചുറ്റും പരിചാരകരുടെ ഒരു വലിയ സംഘം. അദ്ദേഹം ഒന്ന് കരഞ്ഞാൽ കൊട്ടാരം മുഴുവൻ ഉണർന്നു പ്രവർത്തിക്കും. അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹവും നിറവേറ്റാതിരിക്കാൻ ആർക്കും ധൈര്യമില്ല. ചോദിക്കുന്നത് എന്തും നിമിഷങ്ങൾക്കകം കാൽക്കീഴിലെത്തും. ലോകത്തിലെ ഏറ്റവും മികച്ച കളിപ്പാട്ടങ്ങൾ, ഏറ്റവും ഭംഗിയുള്ള വസ്ത്രങ്ങൾ, ഏറ്റവും രുചിയുള്ള ഭക്ഷണങ്ങൾ. സലീം എന്ന പേരിനപ്പുറം എല്ലാവരും അദ്ദേഹത്തെ സ്നേഹത്തോടെ ഷേബു ബാബ എന്ന് വിളിച്ചു. അക്ബർ ചക്രവർത്തിക്ക് മകനെ ജീവനായിരുന്നു. ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ശേഷം കിട്ടിയ നിധിയല്ലേ. ഭരണത്തിൻ്റെ തിരക്കുകൾക്കിടയിലും അദ്ദേഹം സലീമിനൊപ്പം ചെലവഴിക്കാൻ സമയം കണ്ടെത്തി. അവനെ തോളിലിരുത്തി കൊട്ടാരം ചുറ്റിക്കാണിച്ചു. കുതിരസവാരിയുടെ ആദ്യ പാഠങ്ങൾ പറഞ്ഞുകൊടുത്തു. ചെറിയ വാളുകൾ നൽകി പയറ്റാൻ പഠിപ്പിച്ചു. പക്ഷേ ഈ അമിതമായ സ്നേഹവും ലാളനയും സലീമിനെ പതിയെ പതിയെ ധിക്കാരിയാക്കി മാറ്റുകയായിരുന്നു. താൻ എന്തു ചെയ്താലും അച്ഛൻ ക്ഷമിക്കുമെന്നൊരു തോന്നൽ അവനിൽ വളർന്നു വന്നു. തനിക്ക് മുകളിലായി ആരുമില്ലെന്നും തൻ്റെ ഇഷ്ടങ്ങളാണ് എപ്പോഴും നടക്കേണ്ടതെന്നും അവൻ വിശ്വസിച്ചു തുടങ്ങി. നിയമങ്ങളും ചിട്ടകളും സാധാരണക്കാർക്ക് മാത്രമുള്ളതാണെന്നും ഒരു രാജകുമാരന് അതൊന്നും ബാധകമല്ലെന്നും അവൻ കരുതി. സലീമിന് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നൽകാൻ അക്ബർ തീരുമാനിച്ചു. സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രഗത്ഭരായ ഗുരുക്കന്മാരെ അവനെ പഠിപ്പിക്കാനായി നിയമിച്ചു. യുദ്ധതന്ത്രങ്ങൾ, രാഷ്ട്രീയം, സാഹിത്യം, കല, സംഗീതം, ഒരു രാജകുമാരൻ അറിഞ്ഞിരിക്കേണ്ടതെല്ലാം അവനെ പഠിപ്പിച്ചു. പക്ഷേ സലീമിൻ്റെ മനസ്സ് അധികവും കവിതയിലും സംഗീതത്തിലുമായിരുന്നു. വാളിനേക്കാൾ കൂടുതൽ അവൻ ഇഷ്ടപ്പെട്ടത് മദ്യത്തിൻ്റെ ലഹരിയെയാണ്. ഭരണകാര്യങ്ങളുടെ കണക്കുകൾ കേൾക്കുന്നതിനേക്കാൾ നർത്തകിമാരുടെ ചിലങ്കയുടെ ശബ്ദമായിരുന്നു അവന് ഹരം പകർന്നിരുന്നത്. കൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങളിലും ആഘോഷങ്ങളിലും അവൻ പതിയെ മുഴുകിത്തുടങ്ങി. അവൻ്റെ കൂട്ടുകാരും അവനെപ്പോലെ തന്നെ സുഖലോലുപരായ പ്രഭുകുമാരന്മാരായിരുന്നു. നേരം പുലരുവോളം നീണ്ടുനിൽക്കുന്ന വിരുന്നുകളിലും ആഘോഷങ്ങളിലും അവർ പങ്കെടുത്തു. ഇതെല്ലാം അക്ബർ ചക്രവർത്തി കാണുന്നുണ്ടായിരുന്നു. തൻ്റെ മകൻ വഴിതെറ്റിപ്പോകുന്നുണ്ടോ എന്ന് അദ്ദേഹം ഭയന്നു. താൻ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്തത് കല്ലും മണ്ണും കൊണ്ടല്ല, മറിച്ച് അച്ചടക്കവും കഠിനാധ്വാനവും കൊണ്ടാണ്. പക്ഷേ സലീമിന് അതിൻ്റെ വില മനസ്സിലാകുന്നില്ല. അവൻ എല്ലാത്തിനെയും നിസാരമായി കാണുന്നു. പലപ്പോഴും അക്ബർ അവനെ ഉപദേശിക്കാൻ ശ്രമിച്ചു. ഒരു ചക്രവർത്തിയുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊടുത്തു. പക്ഷെ സലീം അതെല്ലാം ഒരു ചെവിയിലൂടെ കേട്ട് മറുചെവിയിലൂടെ പുറത്തുവിട്ടു. അച്ഛനും മകനും തമ്മിലുള്ള ബന്ധത്തിൽ ചെറിയ വിള്ളലുകൾ വീണു തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. അക്ബറിൻ്റെ കണ്ണിലെ കൃഷ്ണമണിയായിരുന്ന സലീം പതിയെ അദ്ദേഹത്തിൻ്റെ തലവേദനയായി മാറാൻ തുടങ്ങുകയായിരുന്നു. തൻ്റെ കാലശേഷം ഈ സാമ്രാജ്യം ഭരിക്കേണ്ട മകൻ അതിന് യോഗ്യനല്ലാതെയായി തീരുമോ എന്ന ഭയം ആ അച്ഛൻ്റെ മനസ്സിൽ ഒരു തീക്കനൽ പോലെ എരിയാൻ തുടങ്ങി. ആ തീയാണ് പിൽക്കാലത്ത് ഒരു വലിയ കൊടുങ്കാറ്റായി മാറിയത്. ആ കൊടുങ്കാറ്റിൻ്റെ നടുവിലേക്കാണ് അനാർക്കലി എന്ന പെൺകുട്ടി കടന്നു വരുന്നത്. അച്ഛനും മകനും തമ്മിൽ രൂപംപ്പെട്ട ആ അകൽച്ച വർഷങ്ങൾ കടന്നു പോകുന്തോറും വളർന്നുകൊണ്ടേയിരുന്നു. സലീം കൗമാരത്തിലേക്ക് കടന്നതോടെ അവൻ്റെ സ്വഭാവത്തിലെ മാശിയും ദേഷ്യവും 100 മടങ്ങായി വർദ്ധിച്ചു. കൊട്ടാരത്തിലെ നിയമങ്ങളെ അവൻ പുച്ഛത്തോടെയാണ് കണ്ടിരുന്നത്. ചക്രവർത്തിയുടെ സദസ്സിൽ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ സലീം അവിടെ ഇരുന്ന് ഉറക്കം തൂങ്ങുകയോ അല്ലെങ്കിൽ തൻ്റെ സുഹൃത്തുക്കളുമായി അടക്കം പറഞ്ഞു ചിരിക്കുകയോ ചെയ്യും. ഇത് പലതവണ അക്ബറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം കണ്ണുകൊണ്ട് അവനെ ശാസിക്കും. പക്ഷേ സലീമിന് അതൊരു വിഷയമേ അല്ല.
ചക്രവർത്തിയുടെ സാന്നിധ്യത്തിൽ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ബഹുമാനം കാണിക്കുമ്പോൾ സലീം മാത്രം തൻ്റെ ഇരിപ്പിടത്തിൽ അലസമായി ചാരിക്കിടക്കും. അവൻ്റെ ഓരോ ചലനത്തിലും ആ ഭാവം പ്രകടമായിരുന്നു. ഞാനാണ് ഈ സാമ്രാജ്യത്തിൻ്റെ അടുത്ത അവകാശി, എനിക്കിതൊന്നും ബാധകമല്ല. അവൻ്റെ ഈ ധിക്കാരം കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥരെയും പ്രഭുക്കന്മാരെയും വല്ലാതെ അലോസരപ്പെടുത്തി. പക്ഷേ ആരും ഒന്നും പുറത്തു പറഞ്ഞില്ല. കാരണം ഇന്ന് തങ്ങൾ എതിർക്കുന്ന ഈ രാജകുമാരനാണ് നാളെ തങ്ങളുടെ ജീവൻ്റെയും സ്വത്തിൻ്റെയും അധിപനാകാൻ പോകുന്നത്. അതുകൊണ്ട് പലരും സലീമിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പെരുമാറാൻ തുടങ്ങി. അവൻ എന്ത് തെറ്റു ചെയ്താലും അവർ അതിനെ ന്യായീകരിച്ചു. രാജകുമാരന് ചെറുപ്പത്തിൻ്റെ ചോരത്തിളപ്പല്ലേ എന്ന് പറഞ്ഞ് അവർ അക്ബറിൻ്റെ മുന്നിൽ സലീമിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. ഈ സ്തുതിപാഠകരുടെ സാന്നിധ്യം സലീമിനെ കൂടുതൽ അഹങ്കാരിയാക്കി. താൻ എന്ത് ചെയ്താലും ചോദ്യം ചെയ്യാൻ ആരുമില്ലെന്ന ചിന്ത അവനിൽ രൂഢമൂലമായി. അങ്ങനെയിരിക്കെയാണ് ആ സംഭവം നടക്കുന്നത്. ഒരു ദിവസം അക്ബർ ചക്രവർത്തി തൻ്റെ പ്രധാനമന്ത്രിമാരുമായി ഒരു നിർണായകമായ യുദ്ധതന്ത്രം ചർച്ച ചെയ്യുകയായിരുന്നു. രാജ്യത്തിൻ്റെ അതിർത്തിയിൽ ശത്രുക്കളുടെ ഒരു വലിയ സൈന്യം തമ്പടിച്ചിരിക്കുന്നു. അവരെ എങ്ങനെ നേരിടണം എന്നതായിരുന്നു വിഷയം. ഓരോരുത്തരും അവരുടെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ ചക്രവർത്തി അതെല്ലാം ശ്രദ്ധയോടെ കേൾക്കുന്നു. ആ സമയത്താണ് മദ്യലഹരിയിൽ ആടിക്കൊണ്ട് സലീം അങ്ങോട്ട് കടന്നു വരുന്നത്. അവൻ്റെ വസ്ത്രങ്ങൾ അലങ്കോലപ്പെട്ടിരുന്നു, കണ്ണുകൾ ചുവന്നിരുന്നു. ആ സദസ്സിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ അവൻ ഉച്ചത്തിൽ തൻ്റെ ഇഷ്ടഗായകനെ വിളിച്ചുകൂവി. എന്നിട്ട് ആ ഗായകനോട് തനിക്കിഷ്ടപ്പെട്ട ഒരു പ്രണയഗാനം പാടാൻ ആവശ്യപ്പെട്ടു. സദസ്സ് ഒന്നടങ്കം നിശബ്ദമായി. എല്ലാവരും ഭയത്തോടെ ചക്രവർത്തിയെ നോക്കി. അക്ബറിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകുന്നത് അവർ കണ്ടു. അദ്ദേഹം ഒന്നും മിണ്ടാതെ തൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് സലീമിൻ്റെ അടുത്തേക്ക് നടന്നു ചെന്നു. തൻ്റെ ജീവിതത്തിൽ ആദ്യമായി അക്ബർ തൻ്റെ മകൻ്റെ കരണത്തിൽ ആഞ്ഞടിച്ചു. ആ അടിയുടെ ശബ്ദം ആ വലിയ മുഴിയിൽ മുഴുങ്ങിക്കിട്ടു. ഇതാണോ നീ ഒരു കിരീടാവകാശിയിൽ നിന്ന് പഠിച്ചത്? നിന്റെ അച്ഛനൊരു യുദ്ധത്തിൻ്റെ നടുവിലിരുന്ന് രാജ്യത്തെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ നിനക്ക് പ്രണയഗാനം കേൾക്കണമല്ലേ? അക്ബറിൻ്റെ ശബ്ദം ഒരു ഇടിമുഴക്കം പോലെയായിരുന്നു. സലീം ആ അടിയിൽ നിലത്തേക്ക് വീണു. അവൻ്റെ ലഹരിയെല്ലാം ആ നിമിഷം ഇറങ്ങിപ്പോയിരുന്നു. ജീവിതത്തിൽ ആദ്യമായി അവൻ അച്ഛൻ്റെ കണ്ണുകളിൽ ആളിപ്പടരുന്ന കോപം കണ്ടു. അത് വെറും ദേഷ്യമായിരുന്നില്ല, അതൊരച്ഛൻ്റെ നിരാശയായിരുന്നു. തൻ്റെ സ്വപ്നങ്ങളെല്ലാം കൺമുന്നിൽ തകർന്നടിയുന്നത് കണ്ട ഒരു രാജാവിൻ്റെ വേദനയായിരുന്നു. അന്ന് രാത്രി അക്ബറിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. തൻ്റെ മകനെ ഓർത്ത് അദ്ദേഹം വേദനിച്ചു. പക്ഷേ ഒരു ചക്രവർത്തി എന്ന നിലയിൽ അദ്ദേഹത്തിനൊരു തീരുമാനമെടുത്തേ മതിയാവൂ. ഈ ലാളനയും സുഖ സൗകര്യങ്ങളുമാണ് അവൻ എങ്ങേരാക്കിയത്. അവൻ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ കാണണം. കൊട്ടാരത്തിലെ മെത്തയുടെ സുഖമല്ല, യുദ്ധഭൂമിയിലെ തണുത്ത മണ്ണിൻ്റെ കാഠിന്യം അവൻ അറിയണം. വെള്ളത്തിനു വേണ്ടി ദാഹിക്കുന്ന സാധാരണക്കാരായ പടയാളികളുടെ വേദന അവൻ മനസ്സിലാക്കണം. ഒരു തീരുമാനമെടുത്ത ശേഷം അദ്ദേഹം തൻ്റെ ഏറ്റവും വിശ്വസ്തനായ സേനാപതിയെ വിളിപ്പിച്ചു. എന്നിട്ട് കൽപ്പിച്ചു, നാളെ സൂര്യനുദിക്കുമ്പോൾ സലീമിനെ അവൻ്റെ രാജകീയ വസ്ത്രങ്ങളെല്ലാം അഴിപ്പിച്ച് ഒരു സാധാരണ പടാളക്കാരൻ്റെ വേഷത്തിൽ സൈന്യത്തോടൊപ്പം അതിർത്തിയിലേക്ക് അയക്കണം. അവൻ അവിടെ ഒരു രാജകുമാരനല്ല, ഒരു സാധാരണ പട്ടാളക്കാരൻ മാത്രമാണ്. മറ്റുള്ളവർ കഴിക്കുന്നത് അവൻ കഴിക്കട്ടെ, മറ്റുള്ളവർ ഉറങ്ങുന്നിടത്ത് അവൻ ഉറങ്ങട്ടെ. അവൻ യുദ്ധം പഠിക്കട്ടെ, ജീവിതം പഠിക്കട്ടെ. പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ രാജകീയമായ കലപില ശബ്ദങ്ങൾ കേട്ടല്ല സലീം ഉണർന്നത്. പരുക്കനായൊരു പട്ടാളക്കാരൻ അവൻ്റെ മുറിയുടെ വാതിൽ ചവിട്ടി തുറന്ന് അകത്തേക്ക് വരുന്ന ശബ്ദം കേട്ടാണ്. അവൻ്റെ വില കൂടിയ പട്ടുവസ്ത്രങ്ങൾ വലിച്ചെറിഞ്ഞ് പകരം സാധാരണ പരുത്തിക്കൊണ്ടുള്ളൊരു പടയാളിയുടെ കുപ്പായം അവന് നേരെ എറിഞ്ഞുകൊടുത്തു. പ്രതിഷേധിക്കാൻ അവൻ വാ തുറന്നതും സേനാപതിയുടെ ഘനഗംഭീരമായ ശബ്ദം അവിടെ മുഴങ്ങി. ചക്രവർത്തിയുടെ കൽപ്പനയാണ്, ഇനി മുതൽ നീ സലീം രാജകുമാരനല്ല, മുഗൾ സൈന്യത്തിലെ ഒരു സാധാരണ പടയാളി സലീം മാത്രമാണ്. നിസ്സഹായനായി, അപമാനിതനായി സലീം ആ വേഷം ധരിച്ചു. അവൻ്റെ പ്രിയപ്പെട്ട അമ്മയും വളർത്തമ്മമാരും കണ്ണീരോടെ നോക്കി നിൽക്കെ അവനെ ഒരു സാധാരണ കുതിരപ്പുറത്ത് കയറ്റി സൈന്യത്തിൻ്റെ ഏറ്റവും പിന്നിലായി നടത്തിക്കൊണ്ടുപോയി. കൊട്ടാരത്തിലെ ജനലുകളിലൂടെ ആളുകൾ അടക്കം പറയുന്നത് അവൻ കേട്ടു. അവൻ്റെ കൂട്ടുകാർ സഹതാപത്തോടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അക്ബർ ചക്രവർത്തി മാത്രം അങ്ങോട്ട് വന്നില്ല. തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അദ്ദേഹം കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ നിന്ന് എല്ലാം കാണുന്നുണ്ടായിരുന്നു. ആദ്യത്തെ കുറച്ചു നാളുകൾ സലീമിന് നരകതുല്യമായിരുന്നു. കൊട്ടാരത്തിലെ മൃദുവായ മെത്തയിൽ ഉറങ്ങിയിരുന്ന അവൻ ഇപ്പോൾ തണുത്ത മണ്ണിലാണ് കിടക്കുന്നത്. വെള്ളിപ്പാത്രങ്ങളിൽ വിളമ്പി രുചികരമായ ഭക്ഷണം കഴിച്ചിരുന്ന അവൻ ഇപ്പോൾ കരിഞ്ഞ റൊട്ടിയും പരിപ്പ് കറിയും കഴിക്കുന്നു. കൽപ്പാത്രങ്ങളിൽ നിന്ന് വെള്ളം കുടിക്കുന്നു. ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പരിശീലനം, വാൾപ്പയറ്റ്, കുതിരയോട്ടം, അമ്പെയ്ത്ത്. വൈകുന്നേരമാകുമ്പോഴേക്കും അവൻ്റെ ശരീരം വേദന കൊണ്ട് പുളയും. അവൻ്റെ കൈകളിൽ തഴമ്പുകൾ വന്നു. വെയിൽ കൊണ്ട് അവൻ്റെ നിറം കരുവാളിച്ചു. ആദ്യമൊക്കെ അവൻ്റെ അഹങ്കാരം അവനെ ഭരിച്ചു. അവൻ മറ്റുള്ളവരോട് സംസാരിക്കാൻ തയ്യാറായില്ല.
പരിശീലനത്തിൽ ഉഴപ്പി. പക്ഷി സേനാപതിയുടെ ചാട്ടവാർ അവൻ്റെ മുതുകത്ത് പലതവണ പതിച്ചു. ഇവിടെ നീ രാജകുമാരനല്ല, ഓർമ്മ വേണം എന്ന് സേനാപതി അലറി. പതിയെ പതിയെ സലീം യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാൻ തുടങ്ങി. അവൻ തൻ്റെ കൂടെയുള്ള സാധാരണക്കാരായ പടയാളികളുമായി സംസാരിക്കാൻ തുടങ്ങി. അവരിൽ പലരും കർഷകരുടെ മക്കളായിരുന്നു. കുടുംബം പട്ടിണിയിലായപ്പോൾ സൈന്യത്തിൽ ചേർന്നവർ. അവരുടെ കഥകൾ അവൻ ആദ്യമായി കേട്ടു. കൊട്ടാരത്തിൻ്റെ സുഖലോലുപതയിൽ ജീവിക്കുന്ന തനിക്ക് ഒരിക്കലും അറിയാൻ കഴിയാത്ത ലോകത്തിൻ്റെ മറ്റൊരു മുഖം അവൻ കണ്ടു. അവർ തങ്ങളുടെ തുച്ഛമായ ഭക്ഷണത്തിൽ നിന്ന് ഒരു പങ്ക് അവനുവേണ്ടി മാറ്റിവെക്കുന്നത് അവൻ കണ്ടു. യുദ്ധത്തിൽ പരിക്കേൽക്കുമ്പോൾ അവർ പരസ്പരം താങ്ങും തണലുമാകുന്നത് അവൻ അനുഭവിച്ചറിഞ്ഞു. ഒരു ചെറിയ ഏറ്റുമുട്ടലിൽ ഒരു ശത്രു സൈനികന്റെ വാൾ തൻ്റെ നേരെ വരുന്നത് കണ്ട് ഭയന്ന് വിറച്ചുനിന്ന അവനെ സ്വന്തം ജീവൻ പണയപ്പെടുത്തി രക്ഷിച്ചത് സാധാരണക്കാരനായ ഒരു പടയാളിയായിരുന്നു. ആ സംഭവത്തോടെ സലീമിൻ്റെ ഉള്ളിലെ അഹങ്കാരിയായ രാജകുമാരൻ മരിക്കുകയായിരുന്നു. പകരം ഉത്തരവാദിത്ത ബോധമുള്ള ഒരു യോദ്ധാവ് ജനിക്കുകയായിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. ഏകദേശം 14 വർഷത്തോളം സലീം യുദ്ധക്കളങ്ങളിലും സൈനിക ക്യാമ്പുകളിലുമായി ജീവിച്ചു. അവനിപ്പോൾ വെറുമൊരു പടയാളിയല്ല, പല യുദ്ധങ്ങളിലും തൻ്റെ ധീരത തെളിയിച്ച ഒരു മികച്ച സേനാനായകനാണ്. അവൻ്റെ നേതൃത്വത്തിൽ മുഗൾ സൈന്യം പല നിർണായക വിജയങ്ങളും നേടി. അവൻ്റെ പേര് കേട്ടാൽ ശത്രുക്കൾ ഭയന്നു തുടങ്ങി. ഈ മാറ്റങ്ങളെല്ലാം അക്ബർ ചക്രവർത്തി ദൂരെയിരുന്ന് അറിയുന്നുണ്ടായിരുന്നു. തൻ്റെ മകൻ താൻ ആഗ്രഹിച്ചതുപോലെയൊരു യോദ്ധാവായി, ഒരു ഭരണാധികാരിയായി മാറിയതിൽ അദ്ദേഹം രഹസ്യമായി സന്തോഷിച്ചു. ഒടുവിൽ അവനെ തിരികെ വിളിക്കാൻ സമയമായി എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം സലീം ആഗ്രയിലേക്ക് മടങ്ങിവന്നു. പക്ഷേ അത് പഴയ അഹങ്കാരിയായ സലീം ആയിരുന്നില്ല. കരുത്തനും കലാസമ്പന്നനും ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും കണ്ടറിഞ്ഞ ഒരു പുരുഷനായിരുന്നു അവൻ. അവൻ്റെ വരവാഘോഷിക്കാൻ കൊട്ടാരമൊരുങ്ങി. പക്ഷേ സലീമിൻ്റെ കണ്ണുകൾ തിരഞ്ഞത് മറ്റൊരാളെയായിരുന്നു. അവൻ്റെ ജീവിതത്തെയും മുഗൾ സാമ്രാജ്യത്തിൻ്റെ ചരിത്രത്തെയും മാറ്റിമറിക്കാൻ പോകുന്ന ആ പെൺകുട്ടിയെക്കുറിച്ച് അപ്പോഴും അവൻ അറിയില്ലായിരുന്നു. നമ്മുടെ കഥയിലെ രാജകുമാരൻ സലീം വർഷങ്ങൾ നീണ്ട സൈനിക ജീവിതം കഴിഞ്ഞ് തിരികെ ആഗ്രയിലേക്ക് വരുമ്പോൾ ഇവിടെ കൊട്ടാരത്തിൻ്റെ പകട്ടുകളിൽ മറ്റൊരാളുടെ ജീവിതം പതിയെ രൂപപ്പെട്ടു വരികയായിരുന്നു. ആ ജീവിതമാണ് നമ്മുടെ കഥയുടെ ഗതി തിരിച്ചുവിടാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും: ആരാണ് ഈ അനാർക്കലി? അവൾ എവിടെ നിന്ന് വന്നോ? ചരിത്രത്തിൻ്റെ താളുകൾ മറിച്ചു നോക്കിയാൽ ഈ ചോദ്യത്തിന് വ്യക്തമായൊരു ഉത്തരം കിട്ടാൻ പ്രയാസമാണ്. കാരണം അക്ബറിൻ്റെയോ ജഹാംഗീറിൻ്റെയോ കൊട്ടാര രേഖകളിൽ അനാർക്കലി എന്ന പേരിൽ ഒരു നർത്തകിയോ അല്ലെങ്കിൽ ഒരു അടിമ പെൺകുട്ടിയോ ജീവിച്ചിരുന്നതായി പറയുന്നില്ല. ചില ചരിത്രകാരന്മാർ പറയുന്നത് ഇതൊരു കെട്ടുകഥ മാത്രമാണെന്നാണ്. എന്നാൽ മറ്റു ചിലർ വിശ്വസിക്കുന്നത് ഈ കഥയ്ക്ക് പിന്നിൽ ഒരു സത്യത്തിൻ്റെ കണികയുണ്ടെന്നാണ്. അവർ പറയുന്നത് അവളുടെ യഥാർത്ഥ പേര് നാദിറ ബീഗം എന്നോ അല്ലെങ്കിൽ ഷറഫുന്നിസ എന്നോ ആയിരുന്നു എന്നാണ്. നമുക്ക് ആ സാധ്യതയിൽ നിന്ന് തുടങ്ങാം. നമ്മുടെ കഥയിലെ പെൺകുട്ടിയുടെ പേര് നാദിറ. അവൾ ജനിച്ചത് മുഗൾ സാമ്രാജ്യത്തിലല്ല, മറിച്ച് മൈലുകൾക്കപ്പുറമുള്ള പേർഷ്യയിൽ, ഇന്നത്തെ ഇറാനിലാണ്. ഒരു സാധാരണ വ്യാപാരിയുടെ മകളായിട്ടാണ് അവളുടെ ജനനം. അവളുടെ അച്ഛൻ കച്ചവടാവശ്യങ്ങൾക്കായി പല രാജ്യങ്ങളിലും സഞ്ചരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ചെറുപ്പം മുതലേ പല നാടുകളിലെ കഥകളും പാട്ടുകളും കേട്ടാണ് നാദിറ വളരുന്നത്. അവൾക്ക് അതിമനോഹരമായി പാടാനും അതിലും മനോഹരമായി നൃത്തം ചെയ്യാനുമുള്ള കഴിവുണ്ടായിരുന്നു. അത് ജന്മനാ കിട്ടിയ ഒരു വരദാനമായിരുന്നു. അവളുടെ ചലനങ്ങളിൽ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. അവൾ നടക്കുമ്പോൾ പോലും അതൊരു നൃത്തം പോലെയാണ് മറ്റുള്ളവർക്ക് തോന്നിയിരുന്നത്. അവളുടെ നാട്ടിൽ നടക്കുന്ന ചെറിയ ആഘോഷങ്ങളിലും പെരുന്നാളുകളിലും അവൾ നൃത്തം ചെയ്യുമ്പോൾ ആളുകൾ ശ്വാസമടക്കി പിടിച്ച് നോക്കി നിൽക്കും. പക്ഷേ വിധി അവൾക്കായി കരുതി വെച്ചത് മറ്റൊന്നായിരുന്നു. അവളുടെ അച്ഛൻ്റെ കച്ചവടം തകരുകയും ആ കുടുംബം വലിയ കടക്കെണിയിലാവുകയും ചെയ്യുന്നു. ജീവിക്കാൻ മറ്റൊരു മാർഗവുമില്ലാതെ അവർ തങ്ങളുടെ ഭാഗ്യം പരീക്ഷിക്കാൻ ഇന്ത്യയിലേക്ക് വരാൻ തീരുമാനിക്കുന്നു. അക്കാലത്ത് മുഗൾ ഇന്ത്യ, പ്രത്യേകിച്ച് ആഗ്ര നഗരം, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരുടെയും കച്ചവടക്കാരുടെയും ഒരു പറുദീസയായിരുന്നു. അക്ബർ ചക്രവർത്തിയുടെ സദസ്സിൽ ഒരിടം കിട്ടിയാൽ അവരുടെ 7 തലമുറയ്ക്ക് സുഖമായി ജീവിക്കാം. ആ ഒരു പ്രതീക്ഷയിലാണ് നാദിറയും കുടുംബവും ഒരു വലിയ വ്യാപാരി സംഘത്തോടൊപ്പം
ആഗ്രയിലേക്ക് യാത്ര തിരിക്കുന്നത്. അതൊരു എളുപ്പമുള്ള യാത്രയായിരുന്നില്ല. ഇന്നത്തെ പോലെ വിമാനമോ ട്രെയിനോ ഒന്നുമില്ല. മാസങ്ങൾ എടുക്കുന്ന ദുർഘടം പിടിച്ച ഒരു യാത്ര. അഫ്ഗാനിസ്ഥാനിലെ മലനിരകളിലൂടെയും രാജസ്ഥാനിലെ മരുഭൂമിയിലൂടെയും അവർ കാൽനടയായും ഒട്ടകപ്പുറത്തുമായി സഞ്ചരിച്ചു. വഴിയിൽ കൊള്ളക്കാരെ പേടിക്കണം, കാലാവസ്ഥയുടെ മാറ്റങ്ങളെ അതിജീവിക്കണം, രോഗങ്ങൾ വരാതെ നോക്കണം. പലപ്പോഴും ദിവസങ്ങളോളം ഒരേ ഭക്ഷണം കഴിച്ചും കുറഞ്ഞ വെള്ളം കുടിച്ചും അവർ മുന്നോട്ട് നീങ്ങി. ഈ യാത്ര നാദിറയെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. അവൾ ലോകത്തിൻ്റെ കഷ്ടപ്പാടുകൾ നേരിൽ കണ്ടു. ഓരോ തുള്ളി വെള്ളത്തിൻ്റെയും ഓരോ കഷണം റൊട്ടിയുടെയും വില അവൾ മനസ്സിലാക്കി. കൊട്ടാരത്തിലെ സുഖശീതളിമയിൽ ജനിച്ചു വീണ സലീം രാജകുമാരൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു ലോകമായിരുന്നു അത്. ഒടുവിൽ മാസങ്ങൾ നീണ്ട യാത്രയ്ക്ക് ശേഷം അവർ ആഗ്രയുടെ മണ്ണിൽ കാലുകുട്ടി. യമുനാ നദിയുടെ തീരത്ത് തലയുയർത്തി നിൽക്കുന്ന ആഗ്ര കോട്ടയും നഗരത്തിലെങ്ങും കാണുന്ന തിരക്കും ബഹളവും അവരെ അത്ഭുതപ്പെടുത്തി. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. പല ഭാഷകൾ, പലതരം വസ്ത്രങ്ങൾ, പലതരം ഭക്ഷണങ്ങൾ. അതൊരു പുതിയ ലോകമായിരുന്നു. അവർ ആഗ്രയിലെ ഒരു സാധാരണ തെരുവിൽ ഒരു ചെറിയ വീട് വാടകയ്ക്കെടുത്ത് താമസം തുടങ്ങി. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നാദിറ ചെറിയ സദസ്സുകളിലും ധനികരായ വ്യാപാരികളുടെ വീടുകളിലും നൃത്തം ചെയ്യാൻ തുടങ്ങി. അവളുടെ സൗന്ദര്യവും നൃത്തത്തിലുള്ള കഴിവും പതിയെ പതിയെ ആളുകൾക്കിടയിൽ ചർച്ചാ വിഷയമായി മാറി. അവളുടെ പേര് ആഗ്രയിലെ തെരുവുകളിൽ നിന്ന് പ്രഭുക്കന്മാരുടെ കൊട്ടാരങ്ങളിലേക്ക് പടരാൻ അധികം സമയം വേണ്ടി വന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം മുഗൾ കൊട്ടാരത്തിലെ ഒരു പ്രധാന ഉദ്യോഗസ്ഥൻ അവളുടെ നൃത്തം കാണാനിടയാകുന്നത്. അവളുടെ അസാമാന്യമായ കഴിവ് കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടുപോയി. ഈ പെൺകുട്ടിക്ക് സ്ഥാനം ഈ ചെറിയ സദസ്സുകളിലല്ല, മറിച്ച് ചക്രവർത്തിയുടെ മുന്നിലാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ആ ഉദ്യോഗസ്ഥൻ നേരെ കൊട്ടാരത്തിലെത്തി സാംസ്കാരിക കാര്യങ്ങളുടെ ചുമതലയുള്ള മേധാവിയെ ഈ വിവരം അറിയിക്കുന്നു. കേട്ട പാതി കേൾക്കാത്ത പാതി നാദിറയെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിക്കുന്നു. ഒരു സാധാരണ തെരുവിൽ നൃത്തം ചെയ്തിരുന്ന ആ പെൺകുട്ടി ജീവിതത്തിൽ ആദ്യമായി മുഗൾ കൊട്ടാരത്തിൻ്റെ പടികൾ ചവിട്ടുകയാണ്. അവളുടെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു. എങ്ങോട്ട് നോക്കിയാലും സ്വർണവും വെള്ളിയും പതിച്ച തൂണുകൾ, ചുമരുകളിൽ മനോഹരമായ ചിത്രപ്പണികൾ, മേൽക്കൂരയിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്ന വലിയ വിളക്കുകൾ. അവളൊരു സ്വപ്നലോകത്തെത്തിയതുപോലെ നിന്നുപോയി. അവളൊരു ചെറിയ പരീക്ഷണത്തിനായി ഒരു ഹാളിലേക്ക് കൊണ്ടുപോയി. അവളെ പരീക്ഷിക്കാനിരിക്കുന്നത് ചില്ലറക്കാരല്ല, മുഗൾ സാമ്രാജ്യത്തിലെ ഏറ്റവും വലിയ സംഗീതജ്ഞനും നൃത്തപാരമ്പര്യമുള്ള രാജ്ഞിമാരിൽ ഒരാളും പിന്നെ കൊട്ടാരത്തിലെ പ്രധാന നൃത്താചാര്യനുമാണ്. അവരുടെ മുന്നിൽ നിൽക്കുമ്പോൾ നാദിറയുടെ കാൽമുട്ടുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. മാർബിൾ തറയിൽ കാൽ വെച്ചപ്പോൾ അവൾക്ക് ചെറുതായി ഒന്ന് തണുത്തു. സംഗീത ഉപകരണങ്ങളുമായി ഒരു സംഘം ആളുകൾ തയ്യാറായി നിന്നു. നൃത്താചാര്യൻ അവരോട് നൃത്തം ചെയ്യാൻ ആംഗ്യം കാണിച്ചു. ഒരു നിമിഷം അവൾ കണ്ണുകൾ അടച്ചു. തൻ്റെ മാതാപിതാക്കളെയും താൻ വന്ന വഴികളെയും ഓർത്തു. പിന്നെ സംഗീതം ആരംഭിച്ചതും അവളുടെ ഭയമെല്ലാം എങ്ങോട്ടോ ഓടിപ്പോയി. അവളുടെ ശരീരം സംഗീതത്തിനനുസരിച്ച് ചലിച്ചു തുടങ്ങി. അത് വെറുമൊരു നൃത്തമായിരുന്നില്ല, അതൊരു കഥ പറയുകയായിരുന്നു. പേർഷ്യൻ മരുഭൂമിയിലെ കാറ്റിൻ്റെ കഥ, ഒരു നദി ഒഴുകിപ്പോകുന്നതിൻ്റെ കഥ, പൂക്കൾ വിരിയുന്നതിൻ്റെ കഥ. അവളുടെ ഓരോ ചലനവും, ഓരോ നോട്ടവും, ഓരോ പുഞ്ചിരിയും ആ മുറിയിലുള്ളവരുടെ ഹൃദയത്തിൽ തൊട്ടു. നൃത്തം അവസാനിച്ചപ്പോൾ ആ മുറിയിൽ പൂർണ്ണമായ നിശബ്ദതയായിരുന്നു. ആരും ഒന്നും മിണ്ടുന്നില്ല. ഒടുവിൽ ആ നൃത്താചാര്യൻ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. അദ്ദേഹം പറഞ്ഞു, ഈ പെൺകുട്ടി ഒരു മാതള പൂമുട്ട് പോലെയാണ്. ലജ്ജ കൊണ്ട് ചുവന്നിരിക്കുന്നു, പക്ഷെ വിരിഞ്ഞു തുടങ്ങിയാൽ ലോകം മുഴുവൻ അതിൻ്റെ ഭംഗി കാണും. ഇന്നു മുതൽ ഇവളുടെ പേര് അനാർക്കലി എന്നായിരിക്കും. അങ്ങനെ നാദിറ അനാർക്കലിയായി മാറി. അനാർക്കലി എന്നാൽ മാതള പൂമുട്ട് എന്നാണ് അർത്ഥം. അവൾക്ക് കൊട്ടാരത്തിൽ താമസിക്കാൻ ഒരിടം കിട്ടി. പക്ഷെ അതൊരു സുവർണ കൂട് പോലെയായിരുന്നു. അവൾക്ക് നല്ല വസ്ത്രങ്ങൾ കിട്ടി, നല്ല ഭക്ഷണം കിട്ടി. പക്ഷെ അവളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. എല്ലാ ദിവസവും രാവിലെ മുതൽ രാത്രി വരെ കഠിനമായ പരിശീലനമാണ്. പുതിയ നൃത്തരൂപങ്ങൾ പഠിക്കണം, പുതിയ പാട്ടുകൾക്ക് ചുവടുവെക്കണം. ചക്രവർത്തിയുടെയും അതിഥികളുടെയും മുന്നിൽ ഒരു ചെറിയ പിഴവ് പോലും വരാൻ പാടില്ല. അനാർക്കലി ചുരുങ്ങിയ കാലം കൊണ്ട് കൊട്ടാരത്തിലെ ഏറ്റവും മികച്ച നർത്തകിയായി മാറി. അവളുടെ പേര് കൊട്ടാരത്തിനുള്ളിൽ എല്ലാവരും അറിഞ്ഞു തുടങ്ങി. അവളുടെ ആദ്യത്തെ വലിയ പ്രകടനം അക്ബർ ചക്രവർത്തിയുടെ മുന്നിലായിരുന്നു. അന്ന് അനാർക്കലിയുടെ നൃത്തം കണ്ട് അക്ബർ ഏറെ സന്തുഷ്ടനായി. അദ്ദേഹം തൻ്റെ കഴുത്തിൽ കിടന്ന വിലപിടിപ്പുള്ള ഒരു മുത്തുമാല ഊരി അവൾക്ക് സമ്മാനമായി നൽകി. അതൊരു വലിയ ബഹുമതിയായിരുന്നു. അതോടുകൂടി കൊട്ടാരത്തിലെ പ്രധാന നർത്തകി എന്ന പദവി അവൾക്ക് ലഭിച്ചു.
അവൾ കൊട്ടാരത്തിലെ ആഘോഷങ്ങളുടെയും വിരുന്നുകളുടെയും ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമായി മാറി. പക്ഷെ പുറം ലോകവുമായി അവൾക്കൊരു ബന്ധവുമില്ലായിരുന്നു. ഈ കൊട്ടാരത്തിൻ്റെ 4 ചുമരുകൾക്കുള്ളിൽ അവളുടെ പ്രശസ്തി വർദ്ധിച്ചുകൊണ്ടിരുന്നു. അതേ സമയത്താണ് യുദ്ധഭൂമിയിൽ വർഷങ്ങൾ ചെലവഴിച്ച് കരുത്തനായ ഒരു യോദ്ധാവായി മാറിയ സലീം രാജകുമാരൻ ആഗ്രയിലേക്ക് തിരിച്ചു വരാൻ ഒരുങ്ങുന്നത്. വർഷങ്ങൾ നീണ്ട സൈനിക ജീവിതത്തിന് ശേഷം ആഗ്രയിൽ തിരിച്ചെത്തിയ സലീം രാജകുമാരനു വേണ്ടി അക്ബർ ചക്രവർത്തി വലിയ ആഘോഷ പരിപാടികളാണ് ഒരുക്കിയത്. കൊട്ടാരം വീണ്ടും ദീപാലങ്കാരങ്ങളിൽ മുങ്ങി. ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന സംഗീത നൃത്ത വിരുന്നുകൾ. സാമ്രാജ്യത്തിൻ്റെ എല്ലാ കോണുകളിൽ നിന്നും പ്രഭുക്കന്മാരും സാമന്തരാജാക്കന്മാരും സലീമിനെ കാണാനും അഭിനന്ദനങ്ങൾ അറിയിക്കാനും എത്തിച്ചേർന്നു. യുദ്ധരംഗത്തെ അവൻ്റെ വീരകൃത്യങ്ങളുടെ കഥകൾ അപ്പോഴേക്കും നാടെങ്ങും പാട്ടായി കഴിഞ്ഞിരുന്നു. പണ്ടത്തെ ധിക്കാരിയായ ലഹരിക്കടിമപ്പെട്ട രാജകുമാരനെയല്ല അവരെപ്പോൾ കാണുന്നത്. പരുക്കൻ യാഥാർത്ഥ്യങ്ങളോട് പടവെട്ടി കരുത്താർജിച്ച ഒരു യോദ്ധാവിനെയാണ്. സലീമിൻ്റെ ഈ മാറ്റത്തിൽ അക്ബർ ചക്രവർത്തി ഉള്ളുകൊണ്ട് ഒരുപാട് സന്തോഷിച്ചു. തൻ്റെ ശിക്ഷ ഫലം കണ്ടു എന്നൊരച്ഛൻ്റെ സംതൃപ്തി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ ഒരാഘോഷരാത്രിയിലാണ് സലീം ആദ്യമായി അനാർക്കലിയെ കാണുന്നത്. അന്ന് കൊട്ടാരത്തിലെ പ്രധാന നർത്തകി അവളായിരുന്നു. സദസ്സിൻ്റെ നടുവിലായി സജ്ജീകരിച്ച വേദിയിലേക്ക് അനാർക്കലി കടന്നു വരുമ്പോൾ ആ മുറിയിലുണ്ടായിരുന്ന 100 കണക്കിന് ആളുകളുടെ കണ്ണുകൾ അവളിലായിരുന്നു. പക്ഷെ അവൾക്ക് ചുറ്റുമുള്ളതൊന്നും കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവളുടെ ഹൃദയം പടപട ഇടിക്കുന്നുണ്ടായിരുന്നു. കാരണം ഇന്ന് താൻ നൃത്തം ചെയ്യുന്നത് സാക്ഷാൽ സലീം രാജകുമാരന് വേണ്ടിയാണ്. കൊട്ടാരത്തിൽ വന്ന നാൾ മുതൽ അവൾ കേൾക്കുന്ന പേരാണത്. ചക്രവർത്തിയുടെ ഏകമകൻ, സാമ്രാജ്യത്തിൻ്റെ ഭാവി വാഗ്ദാനം. അവൾ കേട്ട കഥകളിലെ സലീം ഒരു ധിക്കാരിയും അഹങ്കാരിയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ തൻ്റെ കൺമുന്നിലിരിക്കുന്ന ആൾ അങ്ങനെയല്ലെന്ന് അവൾക്കൊറ്റ നോട്ടത്തിൽ മനസ്സിലായി. ആ കണ്ണുകളിൽ ഒരു പ്രത്യേക തീക്ഷ്ണതയുണ്ട്. ഒരുപാട് അനുഭവിച്ചറിഞ്ഞ ഒരു മനുഷ്യൻ്റെ നോട്ടം. സംഗീതം ആരംഭിച്ചതും അനാർക്കലി തൻ്റെ ലോകത്തേക്ക് മാറി. അവളുടെ ചിലങ്കകളുടെ ശബ്ദം ആ വലിയ ഹാളിൽ മുഴങ്ങി. അവളുടെ ശരീരം ഒരു കാവ്യം പോലെ ചലിച്ചു. സലീം കസേരയിൽ നിന്ന് നിവർന്നിരുന്നു. ഇതിനു മുമ്പും ഒരുപാട് നർത്തകിമാരെ അവൻ കണ്ടിട്ടുണ്ട്, കൊട്ടാരത്തിലും സൈനിക ക്യാമ്പുകളിലെ ആഘോഷങ്ങളിലും. പക്ഷേ ഈ പെൺകുട്ടിക്കെന്തോ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അത് അവളുടെ സൗന്ദര്യം മാത്രമായിരുന്നില്ല, അല്ലെങ്കിൽ നൃത്തത്തിലുള്ള കഴിവ് മാത്രമായിരുന്നില്ല. അവളുടെ കണ്ണുകളിൽ വിവരിക്കാനാവാത്തൊരു തരം നിഷ്കളങ്കതയും അതേസമയം ഒരുപാട് സങ്കടവും ഒളിപ്പിച്ചു വെച്ചതുപോലെ അവന് തോന്നി. അവളുടെ ഓരോ ചലനത്തിലും ഓരോ പുഞ്ചിരിയിലും ആ ഭാവം നിഴലിച്ചു നിന്നു. യുദ്ധത്തിൻ്റെ കാഠിന്യവും രക്തച്ചൊരിച്ചിലും മാത്രം കണ്ട് ശീലിച്ച അവൻ്റെ മനസ്സിന് അതൊരു പുതിയ അനുഭവമായിരുന്നു. അവൻ സ്വയം മറന്ന് അവളെ തന്നെ നോക്കിയിരുന്നു പോയി. നൃത്തത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ വേഗത്തിൽ കറങ്ങുന്നതിനിടയിൽ അനാർക്കലിയുടെ കണ്ണുകൾ സദസ്സിലിരിക്കുന്ന സലീമിൻ്റെ കണ്ണുകളുമായി ഒരു നിമിഷം നേർക്കുനേർ വന്നു. ആ നിമിഷം സമയം നിലച്ചുപോയതുപോലെ ഇരുവർക്കും തോന്നി. ആയിരക്കണക്കിന് ദീപങ്ങളുടെ വെളിച്ചത്തിൽ ആ മുറിയിൽ അവർ രണ്ടുപേരും മാത്രമായി. അനാർക്കലിയുടെ ഹൃദയമിടിപ്പ് ഒരു നിമിഷം നിലച്ചു. ആ നോട്ടം, അത് മറ്റുള്ള പ്രഭുക്കന്മാരെ പോലെ കാമം നിറഞ്ഞ ഒന്നായിരുന്നില്ല. അതിൽ ആകാംക്ഷയും ആദരവും എന്തോ തിരിച്ചറിയാനാവാത്ത ഒരു ഭാവവും കലർന്നിരുന്നു. അവൾ പെട്ടെന്ന് നോട്ടം മാറ്റി നൃത്തം തുടർന്നു. പക്ഷേ അവളുടെ മനസ്സിൽ ആ കണ്ണുകൾ പതിഞ്ഞുപോയിരുന്നു. സലീമിൻ്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. ആ കണ്ണുകളിലെ തിളക്കം അവൻ്റെ ഹൃദയത്തിൽ ഒരു മിന്നൽ പോലെ വന്ന് പതിച്ചു. നൃത്തം അവസാനിച്ചു. സദസ്സ് മുഴുവൻ കയ്യടികളാൽ മുഖരിതമായി. എല്ലാവരും അവളെ പ്രശംസിച്ചു. പക്ഷേ സലീം ഒന്നും മിണ്ടിയില്ല. അവൻ്റെ മനസ്സപ്പോഴും ആ കണ്ണുകളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അന്ന് രാത്രി അവൻ ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവൻ്റെ മനസ്സ് നിറയെ അവളുടെ രൂപമായിരുന്നു. പിറ്റേന്ന് മുതൽ അവൻ അവളെക്കുറിച്ച് രഹസ്യമായി അന്വേഷിക്കാൻ തുടങ്ങി. പക്ഷേ അതത്ര എളുപ്പമായിരുന്നില്ല. കൊട്ടാരത്തിലെ നർത്തകിമാർക്ക് കർശനമായ നിയമങ്ങളുണ്ട്. അവരെ പുറത്താരും കാണാൻ പാടില്ല. അവരോടാരും സംസാരിക്കാൻ പാടില്ല. അവരുടെ ലോകം ആ കൊട്ടാരത്തിൻ്റെ 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങുന്നു. സലീമിന് ദേഷ്യവും നിസ്സഹായതയും തോന്നി. ഒരു രാജകുമാരനായിട്ട് പോലും തനിക്കിഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെക്കുറിച്ച് അറിയാൻ കഴിയുന്നില്ലല്ലോ എന്ന ചിന്ത അവനെ അലട്ടി. ഒടുവിൽ അവൻ തൻ്റെ ഏറ്റവും വിശ്വസ്തയായ ഒരു പരിചാരികയെ വിളിച്ചു. എന്നിട്ട് തൻ്റെ കഴുത്തിലെ വിലപിടിപ്പുള്ള ഒരു മരതകമാല ഊരിയെടുത്ത് അവൾക്ക് നൽകി. എന്നിട്ട് പറഞ്ഞു, ഇത് അനാർക്കലിക്ക് എൻ്റെ സമ്മാനമായി നൽകണം. പക്ഷേ മറ്റാരും അറിയരുത്. അതൊരു വെറും സമ്മാനമായിരുന്നില്ല, അതൊരു തുടക്കമായിരുന്നു. ഒരു സാമ്രാജ്യത്തിൻ്റെ ചരിത്രം മാറ്റി എഴുതാൻ പോകുന്ന ഒരു പ്രണയത്തിൻ്റെ തുടക്കം.
ആ പരിചാരിക രഹസ്യമായി അനാർക്കലിയുടെ മുറിയിലെത്തുന്നു. എന്നിട്ട് ആ മരതകമാല അവളുടെ നേരെ നീട്ടുന്നു. ഇത് രാജകുമാരൻ തന്നതാണ് എന്ന് അടക്ക പറയുന്നു. അനാർക്കലി ഒരു നിമിഷം ഭയന്ന് വിറച്ചുപോയി. അവൾക്ക് എന്തു ചെയ്യണമെന്നറിയില്ലായിരുന്നു. കൊട്ടാരത്തിലെ നിയമമനുസരിച്ച് ഇത് വലിയൊരു തെറ്റാണ്. ഒരു നർത്തകി രാജകുടുംബാംഗങ്ങളിൽ നിന്ന് രഹസ്യമായി സമ്മാനങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. അത് കണ്ടുപിടിച്ചാൽ അതിൻ്റെ ശിക്ഷ ഭയാനകമായിരിക്കും. ഒരുപക്ഷെ തലവെട്ടിക്കളഞ്ഞെന്നും വരാം. അവൾ ആ സമ്മാനം നിരസിക്കാൻ തുടങ്ങിയതാണ്. പക്ഷേ അവളുടെ ഓർമ്മയിലേക്ക് ആ കണ്ണുകൾ വീണ്ടും കടന്നുവന്നു. ആ നോട്ടത്തിലുണ്ടായിരുന്ന ആർദ്രത. അവൾ വിറയ്ക്കുന്ന കൈകളോടെ ആ മാല വാങ്ങി തൻ്റെ പെട്ടിക്കുള്ളിൽ ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ചു. ആ മാല ഒരു തുടക്കം മാത്രമായിരുന്നു. ദിവസവും സലീമിൻ്റെ സമ്മാനങ്ങൾ അവളെ തേടിയെത്തി. ചിലപ്പോൾ ഒരു റോസാപ്പൂവ്, ചിലപ്പോൾ പേർഷ്യൻ കവിതകൾ എഴുതിയ ഒരു തുണ്ട് കടലാസ്. ഓരോ സമ്മാനത്തിനൊപ്പവും അവളെ കാണാനുള്ള തൻ്റെ ആഗ്രഹം അവൻ അറിയിച്ചുകൊണ്ടേയിരുന്നു. അനാർക്കലിയുടെ ഹൃദയത്തിൽ ഒരേ സമയം സന്തോഷവും ഭയവും നിറഞ്ഞു. അവൾക്ക് സലീമിനെ കാണാൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച് അവൾ ബോധവതിയായിരുന്നു. ഒടുവിൽ അവളുടെ ആഗ്രഹം ഭയത്തെ കീഴ്പ്പെടുത്തി. അവൾ സലീമിന് ഒരു മറുപടി കൊടുത്തു. അങ്ങനെ നിലാവുള്ള ഒരു രാത്രിയിൽ കൊട്ടാരത്തിലെ ഏറ്റവും വിജനമായ ഭാഗത്തുള്ള ഒരു പൂന്തോട്ടത്തിൽ വെച്ച് അവർ ആദ്യമായി കണ്ടുമുട്ടി. ആരും കാണാതിരിക്കാൻ കറുത്ത പർദ്ദയണിഞ്ഞാണ് അനാർക്കലി അവിടെ എത്തിയത്. സലീമും ഒരു സാധാരണ പ്രഭുവിൻ്റെ വേഷത്തിലും. ചുറ്റും നിശബ്ദത. ദൂരെ എവിടെയോ കാവൽക്കാർ നടക്കുന്നതിൻ്റെ ശബ്ദം മാത്രം കേൾക്കാം. ആദ്യമൊന്നും അവർക്കൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. വാക്കുകൾ കിട്ടാതെ അവർ പരസ്പരം നോക്കി നിന്നു. ഒടുവിൽ സലീം ആ നിശബ്ദത ഭേദിച്ചു. അവൻ അവളുടെ നൃത്യത്തെ പുകഴ്ത്തിയില്ല, അവളുടെ സൗന്ദര്യത്തെ വർണ്ണിച്ചില്ല. പകരം അവൻ ചോദിച്ചത് അവളുടെ പേരിനെക്കുറിച്ചും അവളുടെ നാടിനെക്കുറിച്ചുമെല്ലാമാണ്. അവൻ്റെ ചോദ്യങ്ങൾ അവളെ അത്ഭുതപ്പെടുത്തി. ആദ്യമായിട്ടാണ് ഒരാൾ അനാർക്കലി എന്ന നർത്തകിക്കപ്പുറമുള്ള നാദിറ എന്ന പെൺകുട്ടിയെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നത്. അവൾ തൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ചും പേർഷ്യയിലെ ഓർമ്മകളെക്കുറിച്ചും ആഗ്രയിലേക്കുള്ള കഷ്ടപ്പാടുകൾ നിറഞ്ഞ യാത്രയെക്കുറിച്ചുമെല്ലാം അവനോട് പറഞ്ഞു. സലീം എല്ലാം ശ്രദ്ധയോടെ കേട്ടിരുന്നു. അവൻ തൻ്റെ കൊട്ടാരത്തിലെ ഏകാന്തതയെക്കുറിച്ച് പറഞ്ഞു. യുദ്ധമുഖത്തെ അനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞു. അധികാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും നടുവിൽ ജനിച്ചിട്ടും താൻ എത്രമാത്രം ഒറ്റപ്പെട്ടവനായിരുന്നു എന്ന് അവൻ തുറന്നു പറഞ്ഞു. ആ രാത്രി ആ പൂന്തോട്ടത്തിൽ വെച്ച് ഒരു രാജകുമാരനും ഒരു നർത്തകിയുമല്ല സംസാരിച്ചത്. ഒരേപോലെ ഏകാന്തത അനുഭവിക്കുന്ന രണ്ട് മനുഷ്യർ തങ്ങളുടെ ഹൃദയം തുറക്കുകയായിരുന്നു. ആ കൂടിക്കാഴ്ച ഒരു തുടർച്ചയായി. കൊട്ടാരത്തിലെ മറ്റുള്ളവരുടെ കണ്ണുവെട്ടിച്ച് അവർ രഹസ്യമായി കാണാൻ തുടങ്ങി. ചിലപ്പോൾ നിലാവെളിച്ചത്തിൽ ആരും കാണാത്ത തടാകക്കരയിൽ, ചിലപ്പോൾ കൊട്ടാരത്തിലെ രഹസ്യ ഇടനാഴികളിൽ. ഓരോ കൂടിക്കാഴ്ചയും അവരുടെ പ്രണയത്തെ കൂടുതൽ ആഴമുള്ളതാക്കി. സലീമിന് അനാർക്കലി ഇല്ലാത്ത ഒരു നിമിഷത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാതായി. അവനൊരു കാമുകി മാത്രമല്ലായിരുന്നു, അവൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. അവൻ്റെ എല്ലാ വിഷമങ്ങളും സന്തോഷങ്ങളും പങ്കുവെക്കാൻ ഒരാൾ. അനാർക്കലിയുടെ ലോകം സലീമിൽ ഒതുങ്ങി. ആ സ്നേഹം അവൾക്ക് നൽകിയ ധൈര്യം ചെറുതല്ലായിരുന്നു. പക്ഷേ ആ സ്വർണ്ണ കൊട്ടാരത്തിൻ്റെ ചുമരുകൾക്ക് കാതുകളുണ്ടെന്നും നിഴലുകൾക്ക് കണ്ണുകളുണ്ടെന്നും അവർ അറിഞ്ഞിരുന്നില്ല. അവരുടെ ഓരോ നീക്കവും ആരോ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവരുടെ സന്തോഷത്തിന് മുകളിൽ ഒരു കരിനിഴൽ വീഴാൻ അധിക നാൾ വേണ്ടിവരില്ലായിരുന്നു. കൊട്ടാരത്തിൻ്റെ രഹസ്യകോണുകളിൽ പ്രണയം പങ്കുവെച്ച് ദിവസങ്ങൾ കടന്നുപോകുമ്പോൾ സലീമും അനാർക്കലിയും ഒരു സ്വപ്നലോകത്തായിരുന്നു. തങ്ങളുടെ സ്നേഹത്തിനൊരു മറയുണ്ടെന്നും ആരും തങ്ങളെ കാണുന്നില്ലെന്നും അവർ വിശ്വസിച്ചു. പക്ഷേ ഒരു വലിയ സത്യം അവർ മറന്നുപോയിരുന്നു. മുഗൾ കൊട്ടാരത്തിലെ ചുവരുകൾക്ക് കണ്ണുകളും കാതുകളുമുണ്ട്. അവിടെ ഒരു രഹസ്യവും അധികനാൾ രഹസ്യമായിരിക്കില്ല. അവരുടെ പ്രണയം എത്ര മൂടിവെക്കാൻ ശ്രമിച്ചാലും ഒരു നാൾ അത് പുറത്തു വരിക തന്നെ ചെയ്യും. ആ ദിവസത്തിന് അധികം കാത്തിരിക്കേണ്ടി വന്നില്ല. പേർഷ്യൻ പുതുവത്സരമായ നൗറോസ് ആഘോഷങ്ങളുടെ സമയമായിരുന്നു അത്. മുഗൾ സാമ്രാജ്യത്തിലെ ഏറ്റവും വലിയ ആഘോഷങ്ങളിലൊന്നാണ് നൗറോസ്. 19 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾ. കൊട്ടാരം ഒരു മണവാട്ടിയെപ്പോലെ അണിഞ്ഞൊരുങ്ങും. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ ആഗ്രയിലെത്തും. അക്കൊല്ലത്തെ നൗറോസ് ആഘോഷങ്ങൾക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം സലീം രാജകുമാരൻ പങ്കെടുക്കുന്ന ആദ്യത്തെ വലിയ ആഘോഷമാണത്. അതുകൊണ്ട് തന്നെ അക്ബർ ചക്രവർത്തി ആഘോഷങ്ങൾ പതിവിലും ഗംഭീരമാക്കാനാണ് തീരുമാനിച്ചത്. കൊട്ടാരത്തിലെ ഏറ്റവും മനോഹരമായ ഷീഷ് മഹൽ എന്നറിയപ്പെടുന്ന കണ്ണാടി മണ്ഡപത്തിലാണ് പ്രധാന ആഘോഷങ്ങൾ നടക്കുന്നത്. ആ മുറിയുടെ ചുമരുകളിലും മേൽക്കൂരയിലുമായി
ആയിരക്കണക്കിന് ചെറിയ കണ്ണാടി കഷ്ണങ്ങൾ പതിപ്പിച്ചിട്ടുണ്ട്. ഒരു ചെറിയ മെഴുകുതിരി കത്തിച്ചു വെച്ചാൽ പോലും അതിൻ്റെ വെളിച്ചം 1000 മടങ്ങായി പ്രതിഫലിച്ച് ആ മുറി മുഴുവൻ നക്ഷത്രങ്ങൾ വിരിഞ്ഞ ആകാശം പോലെ തിളങ്ങും. ആ മുറിയുടെ നടുവിലാണ് അനാർക്കലിക്ക് നൃത്തം ചെയ്യാനുള്ള വേദി ഒരുക്കിയിരിക്കുന്നത്. അതിഥികളെല്ലാം എത്തിച്ചേർന്നിരിക്കുന്നു. സദസ്സിൽ അക്ബർ ചക്രവർത്തി തൻ്റെ സ്വർണ്ണ സിംഹാസനത്തിലിരിക്കുന്നു. അദ്ദേഹത്തിന് തൊട്ടടുത്തായി സലീം രാജകുമാരനും. സലീമിൻ്റെ കണ്ണുകൾ ആകാംക്ഷയോടെ വേദിയിലേക്ക് നീളുന്നു. അവനറിയാം, ഇന്നത്തെ രാത്രിയുടെ താരം തൻ്റെ പ്രിയപ്പെട്ടവളാണെന്ന്. അവൻ്റെ ഹൃദയം അഭിമാനം കൊണ്ട് നിറയുന്നു. അധികം വൈകാതെ സംഗീതത്തിൻ്റെ അകമ്പടിയോടെ അനാർക്കലി വേദിയിലേക്ക് പ്രവേശിക്കുന്നു. അവളുടെ വേഷം ആ മുറിയുടെ പ്രൗഢിക്ക് ചേർന്നതായിരുന്നു. ആയിരക്കണക്കിന് മുത്തുകളും രത്നങ്ങളും പതിപ്പിച്ച ഒരു പ്രത്യേകതരം വസ്ത്രം. അവൾ ചുവടുവെക്കുമ്പോൾ ആ മുത്തുകൾ തമ്മിലുരസിയൊരു നേർത്ത സംഗീതം പൊഴിഞ്ഞുണ്ടായിരുന്നു. അവളുടെ ഓരോ ചലനവും കണ്ണാടി ചുമരുകളിൽ 1000 തവണ പ്രതിഫലിച്ചു. സദസ്സിലിരിക്കുന്നവർക്കതൊരു മായാജാലം പോലെയാണ് തോന്നിയത്. ഒരേ സമയം 1000 അനാർക്കലിമാർ നൃത്തം ചെയ്യുന്നത് പോലെ. അനാർക്കലി നൃത്തം തുടങ്ങി. പക്ഷേ ഇന്നത്തെ അവളുടെ നൃത്തത്തിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. അവൾ നൃത്തം ചെയ്യുന്നത് ചക്രവർത്തിക്കോ സദസ്സിലെ മറ്റുള്ളവർക്കോ വേണ്ടിയായിരുന്നില്ല. അത് പൂർണ്ണമായും സലീമിനു വേണ്ടിയായിരുന്നു. അവളുടെ പ്രണയം മുഴുവൻ ആ നൃത്തത്തിൽ അവൾ പ്രകടിപ്പിച്ചു. പക്ഷേ അവൾക്കവനെ നേരിട്ട് നോക്കാൻ കഴിയില്ല. അത് നിയമങ്ങൾക്കെതിരാണ്. അതുകൊണ്ട് അവളൊരു സൂത്രം കണ്ടുപിടിച്ചു. നൃത്തത്തിനിടയിൽ കറങ്ങുമ്പോൾ അവൾ ചുമരിലെ കണ്ണാടികളിൽ അവൻ്റെ പ്രതിബിംബം തിരഞ്ഞു. ഒടുവിൽ അവൾക്കത് കിട്ടി. ചക്രവർത്തിയുടെ തൊട്ടടുത്തിരിക്കുന്ന സലീം അവളെ തന്നെ നോക്കി പുഞ്ചിരിക്കുന്നു. അവൻ്റെ കണ്ണുകളിൽ പ്രണയം നിറഞ്ഞിരിക്കുന്നു. ആ നോട്ടം കണ്ടതും ഒരു നിമിഷത്തേക്ക് അനാർക്കലി താൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് മറന്നുപോയി. അവളുടെ ചുണ്ടിൽ അവൾ അറിയാതെ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അത് സദസ്സിനെ രസിപ്പിക്കാനുള്ള ഒരു നർത്തകിയുടെ കൃത്രിമമായ പുഞ്ചിരി ആയിരുന്നില്ല. അത് തൻ്റെ കാമുകനെ കാണുമ്പോൾ ഒരു കാമുകിയുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന നിഷ്കളങ്കമായ പുഞ്ചിരിയായിരുന്നു. ആ പുഞ്ചിരിയിൽ അവളുടെ ഹൃദയത്തിലെ പ്രണയം മുഴുവൻ നിറഞ്ഞിരുന്നു. ആ ഒരൊറ്റ നിമിഷം മതിയായിരുന്നു അവരുടെ പ്രണയത്തിൻ്റെ രഹസ്യം ലോകത്തിനു മുന്നിൽ വെളിപ്പെടാൻ. അവളുടെ ആ പുഞ്ചിരി അത് സലീമിൻ്റെ ഹൃദയത്തിൽ ഒരു കുളിർമഴയായി പെയ്തിറങ്ങിയപ്പോൾ മറ്റൊരിടത്ത് അതൊരു അഗ്നിപർവ്വതമാണ് സൃഷ്ടിച്ചത്. ചക്രവർത്തിയുടെ കണ്ണുകൾ ഒരു കഴുകൻ്റേതുപോലെയായിരുന്നു. സദസ്സിലെ ഓരോ ചലനവും ഓരോ നോട്ടവും അദ്ദേഹം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. സലീമിൻ്റെ കണ്ണുകളിലെ പ്രണയവും അതിന് മറുപടിയായി അനാർക്കലിയുടെ ചുണ്ടിൽ വിരിഞ്ഞ ആ നിഷ്കളങ്കമായ പുഞ്ചിരിയും അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് രക്ഷപ്പെട്ടില്ല. ഒരു സാധാരണക്കാരന് അതൊരു മനോഹരമായ കാഴ്ചയായിരിക്കാം. പക്ഷേ അക്ബറിന് അതങ്ങനെ ആയിരുന്നില്ല. അതൊരു നർത്തകിയുടെ പുഞ്ചിരി ആയിരുന്നില്ല. മറിച്ച് ഒരു കാമുകി തൻ്റെ കാമുകന്, അതും മുഗൾ സാമ്രാജ്യത്തിൻ്റെ കിരീടാവകാശിക്ക് ആയിരക്കണക്കിന് ആളുകളുടെ മുന്നിൽ വെച്ച് നൽകുന്ന രഹസ്യ സന്ദേശമായിരുന്നു. അതൊരു ലംഘനമാണ്. കൊട്ടാരത്തിൻ്റെ നിയമങ്ങളുടെ ലംഘനം. ചക്രവർത്തിയുടെ അധികാരത്തോടുള്ള വെല്ലുവിളി. ഒരൊറ്റ നിമിഷം കൊണ്ട് അക്ബറിൻ്റെ മുഖം മാറി. അവിടെയുണ്ടായിരുന്ന സൗമ്യതയും സന്തോഷവും ഒരു കാർമേഘം വന്ന് മൂടിയതുപോലെ മാഞ്ഞുപോയി. കണ്ണുകളിൽ ആഘോഷത്തിൻ്റെ വെളിച്ചം കെട്ടു. പകരം ഒരു തണുത്ത ക്രോധം അവിടെ നിറഞ്ഞു. മുഖത്തെ പേശികൾ വലിഞ്ഞു മുറുകി. അദ്ദേഹം സിംഹാസനത്തിൻ്റെ കൈപ്പിടിയിൽ ഒന്നമർത്തി. ചക്രവർത്തിയുടെ ഈ ഭാവമാറ്റം ആദ്യം ശ്രദ്ധിച്ചത് അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്തിരുന്ന പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ ഒരു കൊള്ളിയാൻ മിന്നി. എന്തോ പന്തികേട് സംഭവിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. പതിയെ ആ വാർത്ത സദസ്സിലൊരു കാട്ടുതീ പോലെ പടർന്നു. ആളുകൾ പരസ്പരം അടക്കം പറയാൻ തുടങ്ങി. സംഗീതത്തിൻ്റെ ശബ്ദത്തേക്കാൾ ഉച്ചത്തിൽ ആ മുറിയിലൊരു തരം മൂളൽ നിറഞ്ഞു. ആഘോഷത്തിൻ്റെ നിറപ്പകിട്ടാർന്ന അന്തരീക്ഷത്തിനു മുകളിൽ ഒരു കരിനിഴൽ വീണു. അന്തരീക്ഷത്തിലുണ്ടായ ഈ മാറ്റം അനാർക്കലിയും ശ്രദ്ധിച്ചു. സദസ്സിൽ പെട്ടെന്നുണ്ടായ നിശബ്ദത അവളെ ഭയപ്പെടുത്തി. അവളുടെ നൃത്തത്തിൻ്റെ താളം തെറ്റി. അവളുടെ കാലുകൾ മുന്നോട്ട് ചലിക്കാൻ മടിച്ചു. എന്താണ് സംഭവിച്ചതെന്നറിയാൻ അവൾ കണ്ണാടി ചുമരുകളിലേക്ക് നോക്കി. അവിടെ അവൾ കണ്ടത് സലീമിൻ്റെ പ്രണയം നിറഞ്ഞ മുഖമായിരുന്നില്ല. മറിച്ച് തൻ്റെ അച്ഛൻ്റെ ക്രോധം കണ്ട് വിളറി വെളുത്ത മുഖമായിരുന്നു. അവൾ മറ്റൊന്നിലേക്ക് നോക്കി. അവിടെ കണ്ണാടിയിൽ അക്ബർ ചക്രവർത്തിയുടെ കത്തുന്ന കണ്ണുകൾ അവൾ കണ്ടു. ആ നോട്ടം ഒരു മൂർച്ചയേറിയ വാളുപോലെ അവളുടെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറി. അവളുടെ ശരീരം ഭയം കൊണ്ട് മരവിച്ചുപോയി. അവൾക്ക് മുന്നിലുള്ളത് ഒരു ചക്രവർത്തിയുടെ കോപമാണെന്നും അതിൻ്റെ ഫലം മരണമാണെന്നും അവൾ തിരിച്ചറിഞ്ഞു. സലീം നിസ്സഹായനായിരിക്കുകയായിരുന്നു. തൻ്റെ അച്ഛൻ്റെ മുഖത്തെ ഓരോ ഭാവമാറ്റവും അവൻ കാണുന്നുണ്ടായിരുന്നു. തൻ്റെ ഒരൊറ്റ നോട്ടം, അവളുടെ ഒരൊറ്റ പുഞ്ചിരി
തങ്ങളുടെ രഹസ്യലോകം ആയിരക്കണക്കിന് ആളുകളുടെ മുന്നിൽ തുറന്നുകാട്ടാൻ അതു മതിയെന്ന് അവൻ വേദനയോടെ തിരിച്ചറിഞ്ഞു. അവൻ എഴുന്നേറ്റെന്തോ പറയാൻ ശ്രമിച്ചതാണ്. പക്ഷേ അക്ബറിൻ്റെ ഒരു നോട്ടം അവനെ അവിടെ തന്നെ പിടിച്ചിരുത്തി. ചക്രവർത്തി ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം തൻ്റെ കൈപ്പത്തി കൊണ്ടൊരു ആംഗ്യം കാണിച്ചു. അതൊരു കൽപ്പനയായിരുന്നു. സംഗീതം പെട്ടെന്ന് നിലച്ചു. ആഘോഷം അവസാനിച്ചിരിക്കുന്നു. കാവൽക്കാർ വേദിയിലേക്ക് കയറി അനാർക്കലിയുടെ അടുത്തേക്ക് നീങ്ങി. അവൾ ഭയന്ന് വിറച്ച് പിന്നോട്ട് നീങ്ങി. അവൾ അവസാനമായി സലീമിനെ ഒന്ന് നോക്കി. ആ കണ്ണുകളിൽ പ്രണയമായിരുന്നില്ല, സഹായത്തിനായുള്ളൊരു യാചനയായിരുന്നു. പക്ഷേ തൻ്റെ അച്ഛൻ്റെ കോപത്തിന് മുന്നിൽ ഒരു വാക്കുപോലും ഉറിയാടാൻ കഴിയാതെ സലീം തലകുനിച്ചു നിന്നു. കാവൽക്കാർ അവളെ പിടിച്ചുകൊണ്ടു പോകുമ്പോൾ ആ വലിയ കണ്ണാടി മണ്ഡപത്തിലെ ആയിരക്കണക്കിന് പ്രതിബിംബങ്ങൾ ആ കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചു. ഒരു പ്രണയം പരസ്യമായതിൻ്റെ തുടക്കവും ഒരു ദുരന്തത്തിൻ്റെ തുടക്കവും അവിടെ കുറിക്കപ്പെട്ടു. കണ്ണാടി മണ്ഡപത്തിലെ ആഘോഷങ്ങൾ പാതിവഴിയിൽ നിലച്ച രാത്രി ആഗ്ര കോട്ടയുടെ ഇരുണ്ട തടവറയിലേക്ക് വലിച്ചെറിയപ്പെട്ട അനാർക്കലിയുടെ ലോകം കീഴ്മേൽ മറഞ്ഞു. കുറച്ചു മുൻപ് വരെ 1000 ദീപങ്ങളുടെ വെളിച്ചത്തിൽ രത്നങ്ങൾ പതിച്ച വസ്ത്രങ്ങൾ അണിഞ്ഞ് നൃത്തം ചെയ്യുകയായിരുന്ന അവൾ ഇപ്പോൾ എണ്ണവിളക്കിൻ്റെ നേർത്ത വെളിച്ചം പോലുമില്ലാത്ത ഒരു കൽത്തുറുങ്കിലാണ്. ചുമരുകളിൽ നിന്ന് പടരുന്ന തണുപ്പും ഈർപ്പത്തിൻ്റെയും പഴകിയ ഭക്ഷണത്തിൻ്റെയും ഗന്ധവും അവളെ ശ്വാസം മുട്ടിച്ചു. എവിടെയോ എലികൾ ഓടി നടക്കുന്ന ശബ്ദം കേൾക്കാം. രാജകുമാരൻ്റെ പ്രണയിനി എന്ന സ്വപ്നത്തിൽ നിന്ന് ചക്രവർത്തിയുടെ തടവുകാരി എന്ന പച്ചയായ യാഥാർത്ഥ്യത്തിലേക്ക് അവൾ എടുത്തെറിയപ്പെട്ടിരിക്കുന്നു. അവരുടെ മനസ്സിൽ സലീമിൻ്റെ മുഖമായിരുന്നില്ല, മറിച്ച് അക്ബർ ചക്രവർത്തിയുടെ ആ കത്തുന്ന കണ്ണുകളായിരുന്നു. ആ നോട്ടം മതിയായിരുന്നു തൻ്റെ ഭാവി എന്തായിരിക്കുമെന്ന് അവൾക്ക് ഊഹിക്കാൻ. അതേസമയം കൊട്ടാരത്തിൻ്റെ മുകൾ തട്ടിൽ അച്ഛനും മകനും മുഖാമുഖം നിൽക്കുകയായിരുന്നു. സലീമിൻ്റെ ക്ഷമയുടെ അവസാനത്തെ കണികയും നശിച്ചിരുന്നു. അവൻ്റെ കണ്ണുകളിൽ വർഷങ്ങൾക്ക് മുൻപ് അക്ബർ കണ്ട ആ കൗമാരക്കാരൻ്റെ ദേഷ്യമല്ലായിരുന്നു, പകരം തനിക്ക് പ്രിയപ്പെട്ട ഒന്നിനെ നഷ്ടപ്പെടാൻ പോകുന്ന ഒരു പുരുഷന്റെ വേദനയും നിസ്സഹായതയുമായിരുന്നു. അവളെ എവിടെയാണ് കൊണ്ടുപോയത്? അവൾ എന്തു തെറ്റാണ് ചെയ്തത്? സലീമിൻ്റെ ശബ്ദം ദേഷ്യം കൊണ്ട് വിറച്ചു. അക്ബർ ശാന്തനായി തൻ്റെ ഇരിപ്പിടത്തിലിരുന്നു. ആ ശാന്തത വരാനിരിക്കുന്ന ഒരു കൊടുങ്കാറ്റിന് മുൻപുള്ളതായിരുന്നു. അവൾ തെറ്റൊന്നും ചെയ്തില്ല മകനെ, പക്ഷേ അവളൊരു തെറ്റിന് കാരണക്കാരിയാകാൻ പോകുന്നു. മുഗൾ സാമ്രാജ്യത്തിൻ്റെ കിരീടാവകാശി ഒരു അടിമപ്പെണ്ണിൻ്റെ പ്രണയവലയിൽ കുടുങ്ങുക എന്ന തെറ്റ്. ആ വാക്കുകൾ ഒരു ചാട്ടവാറ് പോലെയാണ് സലീമിൻ്റെ കാതിൽ പതിച്ചത്. അവൾ അടിമപ്പെണ്ണല്ല, അവൻ അലറി. അവളൊരു കലാകാരിയാണ്, അതിലുപരി ഞാൻ സ്നേഹിക്കുന്ന പെണ്ണാണ്. അക്ബർ പുച്ഛത്തോടെ ചിരിച്ചു. സ്നേഹമോ? കൊട്ടാരത്തിലെ ഒരു നർത്തകിയോട് തോന്നുന്ന വികാരത്തിന് നീ സ്നേഹമെന്നാണോ പേരിട്ടിരിക്കുന്നത്? നിനക്ക് മുൻപും ഇവിടെ പല രാജകുമാരന്മാരും ജീവിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം ഇഷ്ടപ്പെട്ട നർത്തകിമാരും ഗായികമാരും ഉണ്ടായിരുന്നു. അതൊക്കെ രാത്രിയിലെ ആഘോഷങ്ങൾക്കുള്ളതാണ്. പകൽ വെളിച്ചത്തിൽ ഒരു കിരീടാവകാശിക്ക് ചേർന്ന ബന്ധങ്ങളുണ്ട്. രജപുത്ര രാജകുമാരിമാരുമായുള്ള വിവാഹബന്ധങ്ങൾ. അത് നമ്മുടെ സാമ്രാജ്യത്തിൻ്റെ കെട്ടുറപ്പിന് ആവശ്യമാണ്. അല്ലാതെ എവിടെ നിന്നോ വന്ന ഒരു പെണ്ണിൻ്റെ ചിലങ്കയുടെ ശബ്ദമല്ല ഈ സാമ്രാജ്യത്തിൻ്റെ ഭാവി തീരുമാനിക്കേണ്ടത്. അക്ബറിൻ്റെ ഓരോ വാക്കും സലീമിൻ്റെ ഹൃദയത്തിലാണ് തറച്ചത്. അച്ഛൻ തൻ്റെ പ്രണയത്തെ എത്ര നിസ്സാരമായാണ് കാണുന്നതെന്ന് അവൻ വേദനയോടെ തിരിച്ചറിഞ്ഞു. അങ്ങ് കണ്ടത് വെറുമൊരു നോട്ടവും പുഞ്ചിരിയുമാണ്. പക്ഷെ ഞങ്ങൾക്കിടയിലുള്ള ബന്ധത്തിന് അതിനേക്കാൾ ആഴമുണ്ട്. അങ്ങയുടെ സാമ്രാജ്യത്തിൻ്റെ നിയമങ്ങളെക്കാൾ വലുതാണ് എൻ്റെ വാക്ക്. ഞാൻ അവളെ വിവാഹം കഴിക്കും. ആ വാക്കുകൾ കേട്ടതും അക്ബറിൻ്റെ മുഖത്തെ ശാന്തത പൂർണ്ണമായും അപ്രത്യക്ഷമായി. അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. അദ്ദേഹത്തിൻ്റെ നിഴൽ ആ മുറിയിൽ ഒരു പർവ്വതം പോലെ വളർന്നു. വിവാഹമോ? മുഗൾ സാമ്രാജ്യത്തിൻ്റെ അടുത്ത ചക്രവർത്തി ഒരു സാധാരണ നർത്തകിയെ വിവാഹം കഴിക്കുമെന്നാണോ നീ പറയുന്നത്? ചരിത്രത്തിൽ ഇന്നുവരെ കേട്ടുകേൾവിയില്ലാത്ത അപമാനം. ഓർത്തോ സലീം, നീ എൻ്റെ മകനാണെന്നത് ശരി തന്നെ, പക്ഷെ അതിനും മുകളിൽ നീ ഈ രാജ്യത്തിൻ്റെ കിരീടാവകാശിയാണ്. നിന്റെ വ്യക്തിപരമായ ഇഷ്ടങ്ങൾക്കല്ല, ഈ സാമ്രാജ്യത്തിൻ്റെ ഭാവിക്കാണ് നീ വില കൽപ്പിക്കേണ്ടത്. ആ പെൺകുട്ടിയെ മറക്കുക. നിനക്ക് വേണമെങ്കിൽ അവളെ നിന്റെ അന്തഃപുരത്തിലെ 1000 സ്ത്രീകളിൽ ഒരാളാക്കാം. പക്ഷേ മുഗൾ സാമ്രാജ്യത്തിൻ്റെ രാജ്ഞിയാകാൻ മാത്രം അവളെ സ്വപ്നം കാണരുത്. ആ സംഭാഷണം അവിടെ അവസാനിച്ചു. സലീമിന് മനസ്സിലായി, തൻ്റെ അച്ഛൻ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തെ മാറ്റാൻ എളുപ്പമല്ല, പക്ഷെ തൻ്റെ പ്രണയം ഉപേക്ഷിക്കാൻ അവനും തയ്യാറായിരുന്നില്ല. അവൻ നിരാശയോടെ അവിടെ നിന്നിറങ്ങിപ്പോയി. തൻ്റെ നിസ്സഹായതയിൽ അവന് സ്വയം പുച്ഛം തോന്നി.
ഒരു സാമ്രാജ്യത്തിൻ്റെ കിരീടാവകാശിയായിട്ടും താൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ ഒരു തടവറയിൽ നിന്ന് മോചിപ്പിക്കാൻ പോലും തനിക്ക് കഴിയുന്നില്ലല്ലോ. അക്ബർ വെറുതെ ഇരുന്നില്ല. സലീമിനെ വാക്കുകൾ കൊണ്ട് പിന്തിരിപ്പിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം തൻ്റെ അടുത്ത നീക്കം നടത്തി. അദ്ദേഹം നേരെ പോയത് അനാർക്കലിയെ പാർപ്പിച്ചിരിക്കുന്ന തടവറയിലേക്കാണ്. ഒരു സാമ്രാജ്യത്തിൻ്റെ അധിപൻ ചരിത്രത്തിൽ ആദ്യമായി പക്ഷേ ഒരു സാധാരണ നർത്തകിയെ കാണാൻ തടവറയുടെ പടികളിറങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ വരവറിയിച്ചുകൊണ്ട് കാവൽക്കാർ വിളക്കുമായി മുന്നേർ നടന്നു. ആ ഇടുങ്ങിയ വഴിയിൽ ചക്രവർത്തിയുടെ പട്ടുവസ്ത്രങ്ങൾ നിലത്തിഴിയുന്ന ശബ്ദം മുഴങ്ങി. ആ ശബ്ദം കേട്ടാണ് ഇരുട്ടിൽ ചുരുണ്ടുകൂടിയിരുന്ന അനാർക്കലി തലയുയർത്തി നോക്കിയത്. മുന്നിൽ ഒരു തീഗോളം പോലെ അക്ബർ ചക്രവർത്തി നിൽക്കുന്നു. അവൾ ഭയം കൊണ്ട് എഴുന്നേൽക്കാൻ പോലും മറന്നുപോയി. അക്ബർ ഒന്നും സംസാരിച്ചില്ല. അദ്ദേഹം കുറച്ചുനേരം അവളെ തന്നെ നോക്കി നിന്നു. ആ നോട്ടത്തിൽ പുച്ഛവും സഹതാപവും കലർന്നിരുന്നു. ഒടുവിൽ അദ്ദേഹം പറഞ്ഞു, നിന്റെ ജീവന് നിനക്ക് വിലയുണ്ടോ പെണ്ണേ? അനാർക്കലിക്ക് വാക്കുകൾ പുറത്തു വന്നില്ല. അവൾ തലയാട്ടുക മാത്രം ചെയ്തു. എങ്കിൽ ഞാൻ പറയുന്നതുപോലെ ചെയ്യുക. സലീമിനെ മറക്കുക. അവന്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി ഒഴിഞ്ഞു പോവുക. നിനക്ക് ജീവിക്കാൻ ആവശ്യമായ സ്വർണവും പണവും ഞാൻ തരാം. ഈ രാജ്യത്ത് എവിടെ വേണമെങ്കിലും നിനക്ക് പോകാം. പക്ഷേ ഒരൊറ്റ നിബന്ധന മാത്രം. സലീം നിന്നെ പിന്നീട് ഒരിക്കലും കാണാൻ പാടില്ല. അവന്റെ ഓർമ്മയിൽ പോലും നീ ഉണ്ടാകരുത്. അതൊരു അപേക്ഷയായിരുന്നില്ല, അതൊരു കൽപ്പനയായിരുന്നു. അനാർക്കലിയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകി. അവൾ വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു, ചക്രവർത്തി, എന്റെ ജീവൻ എടുക്കുന്നതാണ് ഇതിലും ഭേദം. രാജകുമാരനെ മറന്ന് ജീവിക്കാൻ എനിക്കാവില്ല. ആ ഉത്തരം കേട്ടതും അക്ബറിന്റെ മുഖം വീണ്ടും കടുത്തു. അപ്പോൾ നിനക്ക് മരണമാണ് വേണ്ടത് അല്ലേ? നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം. പക്ഷെ ഓർത്തോ, നിന്റെ മരണം അത്ര എളുപ്പമുള്ള ഒന്നായിരിക്കില്ല. ഈ ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഭയാനകമായ ഒരു മരണമായിരിക്കും നിനക്ക് ഞാൻ സമ്മാനിക്കുക. നിന്റെ ഓരോ ശ്വാസത്തിനും വേണ്ടി നീ യാചിക്കും. ആലോചിച്ച് ഒരു തീരുമാനമെടുക്കുക. ജീവനോ അതോ വേദന നിറഞ്ഞ മരണമോ? ഇത്രയും പറഞ്ഞ് അദ്ദേഹം തിരിഞ്ഞു നടന്നു. അനാർക്കലിയെ ആ ഇരുട്ടിൽ തൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ഭയാനകമായ ഒരു തെരഞ്ഞെടുപ്പിനു മുന്നിൽ തനിച്ചാക്കിക്കൊണ്ട്. ഇതായിരുന്നു അക്ബറിൻ്റെ ആദ്യത്തെ താക്കീത്. പക്ഷേ അദ്ദേഹം അവിടെ നിർത്തിയില്ല. സലീമിനെ സമ്മർദ്ദത്തിലാക്കാൻ അദ്ദേഹം മറ്റൊരു വഴി കൂടി കണ്ടെത്തി. അടുത്ത ദിവസം തന്നെ അദ്ദേഹം രജപുത്ര രാജ്യമായ അംബറിലെ, അതായത് ഇന്നത്തെ ജയ്പൂർ രാജാവായ ഭഗവൻദാസിന് ഒരു സന്ദേശം അയച്ചു. സലീം രാജകുമാരന് അദ്ദേഹത്തിൻ്റെ മകളായ മാൻഭായിയെ വിവാഹം കഴിക്കാൻ താൽപ്പര്യമുണ്ടെന്ന്. ഇതൊരു സാധാരണ വിവാഹാലോചനയല്ല, ഇതൊരു രാഷ്ട്രീയ നീക്കമാണ്. രജപുത്രരുമായുള്ള സൗഹൃദം മുഗൾ സാമ്രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. ഈ വിവാഹം നിരസിക്കുക എന്നാൽ അംബർ രാജ്യവുമായി ഒരു യുദ്ധം പ്രഖ്യാപിക്കുന്നതിന് തുല്യമാണ്. സലീമിന് ഈ വിവാഹത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല. ഒരു വശത്ത് തൻ്റെ പ്രണയം, മറുവശത്ത് സാമ്രാജ്യത്തോടുള്ള കടമ. ഈ രണ്ട് കല്ലുകൾക്കിടയിൽ സലീമിനെ ഞെരിക്കാനാണ് അക്ബർ ശ്രമിച്ചത്. അനാർക്കലിയെ സ്നേഹിക്കുന്നത് തുടർന്നാൽ അവൻ രാജ്യദ്രോഹിയായി മുദ്രകുത്തപ്പെടും. ഈ വാർത്തയറിഞ്ഞ സലീം തകർന്നുപോയി. തൻ്റെ അച്ഛൻ ഒരു ചക്രവർത്തിയുടെ തന്ത്രങ്ങൾ ഉപയോഗിച്ച് തന്നെ എല്ലാ വശത്തുനിന്നും പൂട്ടുകയാണെന്ന് അവനും മനസ്സിലായി. അവൻ്റെ പ്രണയത്തിൻ്റെ ആകാശത്ത് കരിമേഘങ്ങൾ ഉരുണ്ടുകൂടാൻ തുടങ്ങിയിരുന്നു. അക്ബർ ചക്രവർത്തിയുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾ സലീമിനെ ഒരു കോട്ടയ്ക്കുള്ളിൽ ബന്ധിച്ചതുപോലെയാക്കി. ഒരു വശത്ത് തടവറയിൽ മരണത്തെ മുഖാമുഖം കാണുന്ന അനാർക്കലി, മറുവശത്ത് നിരസിച്ചാൽ ഒരു യുദ്ധത്തിന് കാരണമായേക്കാവുന്ന ഒരു വിവാഹ വാഗ്ദാനം. എന്തു ചെയ്യണമെന്നറിയാതെ അവൻ്റെ രാവുകൾ ഉറക്കമില്ലാത്തതായി. കൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങൾ അവനൊരു മുള്ളുമത്ത പോലെ തോന്നി. അവൻ കഴിക്കുന്ന ഓരോ ഉരുള ഭക്ഷണത്തിലും അനാർക്കലി തടവറയിൽ അനുഭവിക്കുന്ന പട്ടിണിയെക്കുറിച്ചോർത്തു. അവൻ കുടിക്കുന്ന വെള്ളത്തിൽ അവളുടെ ദാഹം അവനെ പൊള്ളിച്ചു. തൻ്റെ പ്രണയം എത്രത്തോളം നിസ്സഹായമാണെന്ന് അവൻ ഓരോ നിമിഷവും തിരിച്ചറിഞ്ഞുകൊണ്ടിരുന്നു. അച്ഛനോട് ഒരിക്കൽ കൂടി സംസാരിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ലെന്ന് അവൻ അറിയാമായിരുന്നു. അക്ബർ ചക്രവർത്തി ഒരു വാക്ക് പറഞ്ഞാൽ അത് കരിങ്കല്ലിൽ കൊത്തിയതുപോലെയാണ്. അതിൽ നിന്ന് ഒരിഞ്ചു പോലും അദ്ദേഹം പിന്നോട്ടു പോവില്ല. ദിവസങ്ങൾ കടന്നുപോയി. സലീം ആരോടും സംസാരിക്കാതെ, ഭക്ഷണം കഴിക്കാതെ തൻ്റെ മുറിയിൽ ഒതുങ്ങിക്കൂടി. അവൻ്റെ മനസ്സ് ഒരു യുദ്ധക്കളം പോലെയായിരുന്നു. സ്നേഹവും കടമയും തമ്മിൽ
അവിടെ ഒരു വലിയ യുദ്ധം നടക്കുകയായിരുന്നു. സാമ്രാജ്യത്തിൻ്റെ കിരീടാവകാശി എന്ന നിലയിൽ അച്ഛനെ അനുസരിക്കേണ്ടത് അവൻ്റെ കടമയാണ്. രജപുത്രരുമായുള്ള വിവാഹബന്ധം സാമ്രാജ്യത്തിന് നല്ലതാണെന്നും അവനറിയാം. പക്ഷേ അവൻ്റെ ഹൃദയം അനാർക്കലിക്ക് വേണ്ടിയാണ് തുടിച്ചത്. അവിടെ മരണത്തിന് വിട്ടുകൊടുത്ത് മറ്റൊരു സ്ത്രീയുടെ കൈപിടിച്ച് സിംഹാസനത്തിലിരിക്കാൻ അവനാവില്ല. അങ്ങനെ ചെയ്താൽ അവൻ ജീവിതകാലം മുഴുവൻ ഒരു ഭീരുവായി സ്വയം കണക്കാക്കും. ഓരോ രാത്രിയിലും അവൻ്റെ സ്വപ്നങ്ങളിൽ അനാർക്കലി സഹായത്തിനായി യാചിച്ചു. ആ കണ്ണുകളിലെ നിസ്സഹായത അവനെ വേട്ടയാടി. ഒടുവിൽ അവനൊരു തീരുമാനമെടുത്തു. ഈ സാമ്രാജ്യവും ഈ കിരീടവും തനിക്ക് വേണ്ട. അനാർക്കലിയില്ലാത്ത ഒരു ജീവിതം വേണ്ട. അച്ഛൻ തനിക്ക് മുന്നിൽ വെച്ച 2 വഴികളും അവന് സ്വീകാര്യമല്ലായിരുന്നു. അതുകൊണ്ട് അവൻ തൻ്റേതായ മൂന്നാമതൊരു വഴി വെട്ടിത്തുറക്കാൻ തീരുമാനിച്ചു. അത് യുദ്ധത്തിൻ്റെ വഴിയായിരുന്നു. ചില ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ ഈ യുദ്ധത്തിന് പിന്നിൽ പ്രണയം ഒരു കാരണം മാത്രമായിരുന്നു. അധികാരത്തോടുള്ള സലീമിൻ്റെ അടങ്ങാത്ത മോഹമായിരുന്നു പ്രധാന കാരണം. അക്ബർ ചക്രവർത്തിയുടെ പ്രശസ്തിയുടെ നിഴലിൽ ജീവിച്ച് അവന് മടുത്തിരുന്നു. ചക്രവർത്തിയാകാൻ ഇനിയും കാത്തിരിക്കാൻ അവൻ തയ്യാറായിരുന്നില്ല. കാരണം എന്തുതന്നെയായാലും ഒരു കാര്യം ഉറപ്പായിരുന്നു: മുഗൾ സാമ്രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മകൻ സ്വന്തം അച്ഛനെതിരെ സിംഹാസനത്തിനു വേണ്ടി വാളെടുക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. അവൻ്റെ പദ്ധതി അതീവ രഹസ്യമായിരുന്നു. വർഷങ്ങളോളം യുദ്ധക്കളത്തിൽ ഒരുമിച്ച് പോരാടിയ അവനോട് കൂറുള്ള ഒരുപാട് സൈനിക മേധാവികളുണ്ടായിരുന്നു. അവരിൽ പലർക്കും അക്ബറിൻ്റെ ചില നയങ്ങളോട് എതിർപ്പുമുണ്ടായിരുന്നു. സലീം അവർക്ക് രഹസ്യമായി സന്ദേശങ്ങൾ അയച്ചു. ചക്രവർത്തിയുടെ ഭരണം അവസാനിക്കാറായിരിക്കുന്നു. പുതിയൊരു സൂര്യൻ ഉദിക്കാൻ സമയമായി. എൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് പുതിയ സാമ്രാജ്യത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഈ സന്ദേശം ഒരു തീപ്പൊരി പോലെയാണ് സൈനിക ക്യാമ്പുകളിൽ പടർന്നത്. പലരും സലീമിനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചു. കാരണം സലീം അവർക്കൊരു രാജകുമാരൻ മാത്രമല്ലായിരുന്നു. അവരുടെ കൂടെ മണ്ണിൽ കിടന്നുറങ്ങുകയും ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്ത അവരുടെ സഹപ്രവർത്തകനായിരുന്നു. ഒരു രാത്രി ആരും കാണാതെ സലീം ആഗ്ര കോട്ടയിൽ നിന്ന് രക്ഷപ്പെട്ടു. തൻ്റെ ഏറ്റവും വിശ്വസ്തരായ കുറച്ച് സുഹൃത്തുക്കളോടൊപ്പം ഒരു സാധാരണ വ്യാപാരിയുടെ വേഷത്തിൽ അവൻ യമുനാ നദി കടന്നു. അവൻ നേരെ പോയത് അലഹാബാദിലേക്കാണ്. അവിടെ അവൻ സ്വന്തമായി ഒരു കൊട്ടാരം പണിതു, തൻ്റെ ഖജനാവ് സ്ഥാപിച്ചു. അവനെ പിന്തുണയ്ക്കുന്ന സൈന്യങ്ങൾ രഹസ്യമായി അവിടെ ഒത്തുകൂടാൻ തുടങ്ങി. ചുരുങ്ങിയ കാലം കൊണ്ട് സലീമിൻ്റെ കീഴിൽ ഏകദേശം 30,000 പേരടങ്ങുന്ന ഒരു വലിയ സൈന്യം രൂപം കൊണ്ടു. അവൻ സ്വയം അലഹാബാദിലെ ഭരണാധികാരിയായി പ്രഖ്യാപിച്ചു. അക്ബർ ചക്രവർത്തിയുടെ കൽപ്പനകൾ അവിടെ ബാധകമല്ലെന്ന് അവൻ പരസ്യമായി വിളംബരം ചെയ്തു. സ്വന്തമായി നാണയങ്ങൾ അടിച്ചിറക്കി. ഇത് വെറുമൊരു പ്രതിഷേധമായിരുന്നില്ല, അതൊരു തുറന്ന യുദ്ധപ്രഖ്യാപനമായിരുന്നു. മുഗൾ സാമ്രാജ്യത്തിനുള്ളിൽ മകൻ സ്വന്തമായി മറ്റൊരു സാമ്രാജ്യം സ്ഥാപിച്ചിരിക്കുന്നു. മകൻ തനിക്കെതിരെ ഒരു സൈന്യത്തെ നയിക്കാൻ തയ്യാറെടുക്കുന്നെന്ന വാർത്ത ആഗ്രയിലെത്തിയത് ഒരു ഇടിത്തീ പോലെയാണ്. അക്ബർ ചക്രവർത്തിയുടെ ഹൃദയം ഒരു നിമിഷം 2ആയി പിളർന്നുപോയി. ഒരു വശത്ത് തൻ്റെ അധികാരത്തെ വെല്ലുവിളിച്ച ഒരു വിമതനോടുള്ള ഒരു ചക്രവർത്തിയുടെ അടങ്ങാത്ത കോപം, മറുവശത്ത് തൻ്റെ സ്വന്തം ചോരയായ മകൻ തനിക്കെതിരെ വാളെടുക്കാൻ പോകുന്നുവെന്നറിഞ്ഞ ഒരച്ഛൻ്റെ നെഞ്ചു പൊട്ടുന്ന വേദന. കൊട്ടാരത്തിലെ സദസ്സിൽ പലരും യുദ്ധത്തിനു വേണ്ടി മുറവിളി കൂട്ടി. അവനെ ഒരു പാഠം പഠിപ്പിക്കണം, അവർ പറഞ്ഞു. ഇല്ലെങ്കിൽ നാളെ മറ്റു പ്രവിശ്യകളും തലയുയർത്താൻ തുടങ്ങും. പക്ഷെ അക്ബർ ഒരു തീരുമാനമെടുക്കും മുൻപ് ഒരുപാട് ആലോചിച്ചു. അത് സലീമിനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമായിരുന്നില്ല. ഒരു ആഭ്യന്തര യുദ്ധം സാമ്രാജ്യത്തിൻ്റെ കെട്ടുറപ്പിനെ എങ്ങനെ ബാധിക്കുമെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു. അച്ഛനും മകനും തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ അതിർത്തിയിലെ ശത്രുക്കൾക്ക് അത് വലിയൊരു അവസരമായിരിക്കും. അതുകൊണ്ട് അർദ്ധചോരിച്ചിൽ ഒഴിവാക്കാൻ അവസാനത്തെ ഒരു ശ്രമം കൂടി നടത്താൻ അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹം ഈ ദൗത്യം ഏൽപ്പിച്ചത് മറ്റാരെയുമല്ല, സലീമിന് സ്വന്തം അമ്മയെപ്പോലെ പ്രിയപ്പെട്ടവളും അക്ബറിൻ്റെ ഭാര്യമാരിൽ ഏറ്റവും വിവേകവുമതിയുമായ സലീമ സുൽത്താൻ ബീഗത്തെയാണ്. ഒരു വലിയ സൈന്യത്തിൻ്റെ അകമ്പടിയില്ലാതെ കുറച്ച് അംഗരക്ഷകരുമായി സലീമ ബീഗം അലഹാബാദിലേക്ക് യാത്ര തിരിച്ചു. അതൊരു അമ്മയുടെ യാത്രയായിരുന്നു. വഴിതെറ്റിപ്പോയ തൻ്റെ മകനെ തിരികെ വീട്ടിലേക്ക് വിളിക്കാൻ പോകുന്ന ഒരമ്മ. അവർ അലഹാബാദിലെത്തി സലീമിനെ കണ്ടു. അവർ അവൻ്റെ കാൽക്കൽ വീണ് കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു, "മകനെ, നീ എന്താണ് ഈ ചെയ്യുന്നത്? ലോകം മുഴുവൻ കീഴടക്കിയ നിന്റെ അച്ഛനെയാണോ നീ തോൽപ്പിക്കാൻ പോകുന്നത്? ഈ സിംഹാസനവും ഈ രാജ്യവും നാളെ നിനക്കുള്ളത് തന്നെയാണ്. അതിനുവേണ്ടി അച്ഛൻ്റെ നെഞ്ചിലേക്ക് വാള് കയറ്റരുത്. തിരികെ വരൂ." സലീമിൻ്റെ ഹൃദയം ആ കണ്ണുനീരിൽ അലിഞ്ഞുപോയിരുന്നു. പക്ഷേ അവൻ്റെ തീരുമാനം ഉറച്ചതായിരുന്നു. അവൻ തൻ്റെ അമ്മയെ എഴുന്നേൽപ്പിച്ച് ആശ്വസിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു,
ഉമ്മ, ഞാൻ അച്ഛൻ്റെ സിംഹാസനം ആഗ്രഹിക്കുന്നില്ല. എനിക്കെൻ്റെ പ്രണയത്തെയാണ് വേണ്ടത്. അനാർക്കലിയെ മോചിപ്പിക്കുക, അവളെ എൻ്റെ ഭാര്യയായി അംഗീകരിക്കുക. ഈ 2 കാര്യങ്ങൾ അച്ഛൻ സമ്മതിച്ചാൽ ഈ നിമിഷം ഞാൻ എൻ്റെ വാള് താഴെ വെച്ച് അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വന്ന് മാപ്പു ചോദിക്കാം. ഇല്ലെങ്കിൽ ഈ യുദ്ധം നടക്കുക തന്നെ ചെയ്യും. സലീമ ബീഗം നിരാശയോടെ ആഗ്രയിലേക്ക് മടങ്ങി. സലീമിൻ്റെ വ്യവസ്ഥകൾ അക്ബറിനോട് പറഞ്ഞു. അത് കേട്ടതും സമാധാനത്തിൻ്റെ അവസാന വാതിലും അടഞ്ഞു. അക്ബർ ചക്രവർത്തിയുടെ കണ്ണുകളിൽ പിന്നെ ദയയുടെ ഒരംശം പോലും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം മുഗൾ സാമ്രാജ്യത്തിലെ ഏറ്റവും മികച്ച സേനാപതിയായ അബുൽ ഫസലിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ സൈന്യത്തെ അലഹാബാദിലേക്ക് അയക്കാൻ കൽപ്പനയിട്ടു. ഈ വാർത്തകളെല്ലാം ഇരുണ്ട തടവറയുടെ കൽച്ചുവരുകൾക്കുള്ളിലും എത്തിയിരുന്നു. ഒരു കാവൽക്കാരൻ രഹസ്യമായി അനാർക്കലിയോട് പറഞ്ഞു, സലീം രാജകുമാരൻ അവൾക്ക് വേണ്ടി സ്വന്തം അച്ഛനോട് യുദ്ധം ചെയ്യാൻ പോകുന്നുവെന്ന്. അത് കേട്ട അനാർക്കലിയുടെ ഹൃദയം തകർന്നുപോയി. അവൾ സന്തോഷിക്കുകയല്ല ചെയ്തത്, അവൾക്ക് സ്വയം വെറുപ്പ് തോന്നി. താൻ കാരണമാണല്ലോ ഇതെല്ലാം സംഭവിക്കുന്നത്. താൻ കാരണം ഒരു മകൻ അച്ഛനെതിരെ വാളെടുക്കുന്നു, ആയിരക്കണക്കിന് പടയാളികൾ മരിച്ചു വീഴാൻ പോകുന്നു, ഒരു സാമ്രാജ്യം രക്തത്തിൽ കുളിക്കാൻ പോകുന്നു. താൻ സ്നേഹിക്കുന്ന പുരുഷൻ ഒരു രാജദ്രോഹിയായി മുദ്രകുത്തപ്പെടാൻ പോകുന്നു. ആ രാത്രി അവൾ ആ തണുത്ത തറയിലിരുന്ന് ഒരുപാട് കരഞ്ഞു. തൻ്റെ പ്രണയം ഇത്രയും വലിയൊരു ദുരന്തത്തിന് കാരണമാകുമെന്ന് അവൾ ഒരിക്കലും കരുതിയിരുന്നില്ല. അങ്ങ് ദൂരെ യമുനാ നദിയുടെ തീരത്ത് 2 സൈന്യങ്ങൾ പരസ്പരം ഏറ്റുമുട്ടാൻ തയ്യാറെടുക്കുമ്പോൾ ആ യുദ്ധത്തിൻ്റെ യഥാർത്ഥ കാരണം ഈ തടവറയിലിരുന്ന് നിശബ്ദമായി കണ്ണുനീരൊഴുക്കുകയായിരുന്നു. യമുനാ നദിയുടെ തീരത്തുള്ള ആ വിശാലമായ മൈതാനം ഒരുങ്ങിയിരിക്കുന്നു. ചരിത്രം അന്നുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വിചിത്രമായ ഒരു യുദ്ധത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരേ രക്തത്തിൽ പിറന്ന അച്ഛനും മകനും 2 സൈന്യങ്ങളെ നയിച്ചുകൊണ്ട് മുഖാമുഖം നിൽക്കുന്നു. ഒരു വശത്ത് അക്ബർ ചക്രവർത്തിയുടെ പടുകൂറ്റൻ സൈന്യം, പതിറ്റാണ്ടുകളുടെ യുദ്ധപരിചയമുള്ള ലോകത്തിലെ ഏറ്റവും മികച്ചതെന്ന് പേരുകേട്ട മുഗൾ സൈന്യം. അവരുടെ പതാകകൾ കാട്ടിൽ പാറിക്കളിക്കുന്നു. ആനകളും കുതിരകളും പടച്ചട്ടയണിഞ്ഞ് അക്ഷമരായി നിലകൊള്ളുന്നു. അവരുടെ സേനാപതി അബുൽ ഫസൽ വെറുമൊരു യോദ്ധാവല്ല, അക്ബറിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും ഉപദേശകനും ഒരു വലിയ പണ്ഡിതനുമാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ അനുഭവസമ്പത്തിൻ്റെ തിളക്കമുണ്ട്. അവർക്ക് ഈ യുദ്ധം സാമ്രാജ്യത്തിൻ്റെ അച്ചടക്കം സംരക്ഷിക്കാനുള്ള ഒരു നടപടിക്രമം മാത്രമാണ്. മറുവശത്ത് സലീമിൻ്റെ സൈന്യം എണ്ണത്തിൽ കുറവാണെങ്കിലും ആവേശത്തിൽ ഒട്ടും പിന്നിലായിരുന്നില്ല അവർ. അവരിൽ ഭൂരിഭാഗവും ചെറുപ്പക്കാരായ പടയാളികളാണ്. അവർ യുദ്ധം ചെയ്യുന്നത് ഒരു ചക്രവർത്തിക്ക് വേണ്ടിയല്ല, മറിച്ച് തങ്ങളുടെ കൂടെ മണ്ണിലിരുന്ന് ഭക്ഷണം കഴിച്ച, തങ്ങളുടെ സുഖദുഃഖങ്ങൾ അന്വേഷിച്ച ഒരു സുഹൃത്തിനു വേണ്ടിയാണ്. അവർക്ക് ഈ യുദ്ധം ഒരു രാജകുമാരൻ്റെ പ്രണയത്തെ സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ്. സലീം തൻ്റെ വെളുത്ത കുതിരപ്പുറത്ത് സൈന്യത്തിന് മുന്നിലായി നിൽക്കുന്നു. അവൻ്റെ മുഖത്ത് ഭയത്തിൻ്റെ കണിക പോലുമില്ല. അവൻ്റെ കണ്ണുകൾ അച്ഛൻ്റെ സൈന്യത്തെ തിരയുകയായിരുന്നു. പക്ഷേ അവനവിടെ അക്ബർ ചക്രവർത്തിയെ കണ്ടില്ല. അച്ഛൻ നേരിട്ട് യുദ്ധത്തിന് വന്നിട്ടില്ല എന്നറിഞ്ഞപ്പോൾ അവൻ്റെ ഉള്ളിൽ ഒരേ സമയം നിരാശയും ആശ്വാസവും തോന്നി. സ്വന്തം അച്ഛന് നേരെ വാളോങ്ങേണ്ടി വന്നില്ലല്ലോ എന്ന ആശ്വാസം, പക്ഷേ തന്നെ നേരിടാൻ പോലും അച്ഛൻ തയ്യാറായില്ലല്ലോ എന്ന നിരാശ. യുദ്ധത്തിൻ്റെ കാഹളം മുഴങ്ങി. 2 സൈന്യങ്ങളും ആർത്തു വിളിച്ചുകൊണ്ട് പരസ്പരം പാഞ്ഞെടുത്തു. ആ മൈതാനം നിമിഷനേരം കൊണ്ട് പൊടിപടലങ്ങൾ കൊണ്ടും ആയുധങ്ങൾ കൂട്ടിമുട്ടുന്നതിൻ്റെ ശബ്ദം കൊണ്ടും നിറഞ്ഞു. അമ്പുകൾ ആകാശത്തൊരു മഴ പോലെ വർഷിച്ചു. തുടക്കത്തിൽ സലീമിൻ്റെ സൈന്യം വീറോടെയാണ് പോരാടിയത്. അവരുടെ യുവത്വത്തിൻ്റെ ആവേശം അക്ബറിൻ്റെ സൈന്യത്തെ ഒന്നു ഞെട്ടിച്ചു. സലീം ഒരു കൊടുങ്കാറ്റുപോലെ ശത്രുക്കളുടെ ഇടയിലേക്ക് പാഞ്ഞുകയറി. അവൻ്റെ വാൾ ഒരു മിന്നൽ പിണർ പോലെ ചലിച്ചു. വർഷങ്ങൾ നീണ്ട യുദ്ധപരിശീലനം അവനൊരു സാധാരണ രാജകുമാരനല്ല, മറിച്ചൊരു യഥാർത്ഥ യോദ്ധാവാണെന്ന് തെളിയിച്ചു. അവൻ്റെ ധീരത കണ്ട് അവൻ്റെ പടയാളികളുടെ ആവേശം ഇരട്ടിച്ചു. ഒരു ഘട്ടത്തിൽ സലീമിൻ്റെ സൈന്യം വിജയിക്കുമെന്ന് പോലും തോന്നിപ്പോയി. പക്ഷേ യുദ്ധം തീരുമാനിക്കുന്നത് ആവേശം മാത്രമല്ല, തന്ത്രങ്ങൾ കൂടിയാണ്. അബുൽ ഫസൽ എന്ന അനുഭവസമ്പന്നനായ സേനാപതി സലീമിൻ്റെ സൈന്യത്തിൻ്റെ ഈ മുന്നേറ്റം പ്രതീക്ഷിച്ചിരുന്നു. അദ്ദേഹം തൻ്റെ സൈന്യത്തിൻ്റെ ഒരു ഭാഗത്തെ പിന്നോട്ട് വലിയാൻ അനുവദിച്ചു. അതൊരു കെണിയായിരുന്നു. സലീമിൻ്റെ സൈന്യം ആവേശത്തോടെ മുന്നോട്ട് കയറുമ്പോൾ അവർ അറിയാതെ ചക്രവർത്തിയുടെ സൈന്യത്തിൻ്റെ നടുവിലേക്ക് വരികയായിരുന്നു. ആ സമയത്താണ് അബുൽ ഫസൽ തൻ്റെ തുറുപ്പുചീട്ടിറക്കിയത്. അതുവരെ യുദ്ധത്തിൽ പങ്കെടുക്കാതെ മറഞ്ഞു നിന്നിരുന്ന ആനപ്പടയെ അദ്ദേഹം മുന്നോട്ട് നയിച്ചു.
പടച്ചട്ടയണിഞ്ഞ മണിനാദങ്ങൾ മുഴക്കി വരുന്ന ആ ഭീമാകാരന്മാരായ ആനകൾ ഒരു മല ഇടിഞ്ഞു വരുന്നതുപോലെയാണ് സലീമിൻ്റെ സൈന്യത്തിലേക്ക് ഇടിച്ചു കയറിയത്. ആ കാഴ്ച സലീമിൻ്റെ പടയാളികളുടെ മനോവീര്യം കെടുത്തി. അവർക്ക് ആനകളുമായി യുദ്ധം ചെയ്ത് പരിചയമില്ലായിരുന്നു. കുതിരകൾ ആനകളെ കണ്ട് വിരണ്ടോടി. സൈന്യത്തിൻ്റെ കെട്ടുറപ്പ് നഷ്ടപ്പെട്ടു. അവർ ചിതറിയോടാൻ തുടങ്ങി. സലീം തൻ്റെ പടയാളികളെ ഒരുമിച്ച് നിർത്താൻ അലറി വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആരും അത് കേൾക്കുന്നുണ്ടായിരുന്നില്ല. ആ ബഹളത്തിനിടയിൽ അവൻ ഒറ്റപ്പെട്ടുപോയി. ഇത് മനസ്സിലാക്കിയ അക്ബറിൻ്റെ സൈന്യം അവനെ വളഞ്ഞു. ഒരേ സമയം 10ഓളം പേർ അവനെതിരെ പാഞ്ഞെടുത്തു. അവസാന നിമിഷം വരെ അവൻ പൊരുതി. പക്ഷേ ഒടുവിൽ എതിരാളികളിൽ ഒരാളുടെ ഗദ കൊണ്ടുള്ള അടിയിൽ അവൻ്റെ തല കറങ്ങി. അവൻ കുതിരപ്പുറത്ത് നിന്ന് താഴേക്ക് വീണു. ബോധം മറയും മുമ്പ് അവൻ കണ്ടത് തന്നെ ബന്ധിക്കാൻ വരുന്ന ശത്രു സൈനികരുടെ മുഖങ്ങളാണ്. മുഗൾ സാമ്രാജ്യത്തിൻ്റെ കിരീടാവകാശി സ്വന്തം അച്ഛൻ്റെ സൈന്യത്താൽ ഒരു യുദ്ധത്തടവുകാരനായി പിടിക്കപ്പെട്ടിരിക്കുന്നു. ബോധം വരുമ്പോൾ സലീമിൻ്റെ തല ഒരു പെരുമ്പറ പോലെ മുഴങ്ങുന്നുണ്ടായിരുന്നു. കൈകാലുകൾ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അവൻ കിടക്കുന്നത് ഒരു പല്ലക്കിലാണ്. അവൻ്റെ കൂടെ ആയുധമേന്തിയ കാവൽക്കാർ. പല്ലക്കിന് പുറത്തേക്ക് നോക്കിയപ്പോൾ അവൻ ആ കാഴ്ച കണ്ടു. ആഗ്രയിലേക്കുള്ള മടക്കയാത്ര. പക്ഷെ ഇത്തവണ ഒരു വിജയിയായിട്ടല്ല, മറിച്ച് ഒരു പരാജിതനായ യുദ്ധത്തടവുകാരനായിട്ടാണ് അവൻ്റെ വരവ്. വഴിയരികിൽ ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ട്. പക്ഷേ അവരുടെ മുഖത്ത് പതിവ് പോലെ ആരാധനയല്ല, മറിച്ച് സഹതാപവും അവിശ്വസനീയതയുമാണ്. സ്വന്തം അച്ഛനോട് യുദ്ധം ചെയ്ത് തോറ്റ രാജകുമാരനെ അവർ നിശബ്ദമായി നോക്കി നിന്നു. സലീമിന് ആ നോട്ടങ്ങൾ സഹിക്കാൻ കഴിഞ്ഞില്ല. അവൻ അപമാനം കൊണ്ട് തലകുനിച്ചു. ശാരീരികമായ മുറിവുകളേക്കാൾ ആഴത്തിൽ അവൻ്റെ ആത്മാഭിമാനത്തിനേറ്റ മുറിവ് അവനെ വേദനിപ്പിച്ചു. ആഗ്ര കോട്ടയിൽ അവനെ കാത്തിരുന്നത് ഒരു തടവറയല്ല, മറിച്ച് നിറയെ പ്രഭുക്കന്മാരും ഉദ്യോഗസ്ഥരും തിങ്ങി നിറഞ്ഞ രാജകീയ സദസ്സാണ്. അവൻ്റെ ബന്ധനങ്ങൾ അഴിച്ചുമാറ്റി. ഒരു സാധാരണ കുറ്റവാളിയെപ്പോലെ അവനെ അക്ബർ ചക്രവർത്തിയുടെ സിംഹാസനത്തിന് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി. ആ വലിയ മുറിയിൽ ശ്വാസം മുട്ടിക്കുന്ന നിശബ്ദത തളം കെട്ടിനിന്നു. ആരും ഒരക്ഷരം പോലും ഉരിയാടുന്നില്ല. സലീം തലയുയർത്തി നോക്കി. സിംഹാസനത്തിലിരിക്കുന്ന അക്ബറിൻ്റെ മുഖം നിർവികാരമായിരുന്നു. അവിടെ ഒരു അച്ഛൻ്റെ സ്നേഹമോ ദേഷ്യമോ സങ്കടമോ ഉണ്ടായിരുന്നില്ല. ഒരു ചക്രവർത്തിയുടെ തണുത്ത കഠിനമായ മുഖം മാത്രം. അദ്ദേഹം തൻ്റെ മകനെയല്ല, മറിച്ച് രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്ത ഒരു രാജ്യദ്രോഹിയെയാണ് കാണുന്നത്. കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അക്ബറിൻ്റെ ശബ്ദം ആ മുറിയിൽ മുഴങ്ങി. അത് ഇടിമുഴക്കം പോലെ ആയിരുന്നില്ല, മറിച്ച് ഒരു മരുഭൂമിയിലെ കാറ്റുപോലെ തണുത്തതും വരണ്ടതുമായിരുന്നു. സലിം, നീ ചെയ്ത തെറ്റിന് എന്താണ് ശിക്ഷയെന്ന് നിനക്കറിയാമോ? മുഗൾ നിയമമനുസരിച്ച് ചക്രവർത്തിക്കെതിരെ വാളെടുക്കുന്ന ഏതൊരാളുടെയും ശിക്ഷ മരണമാണ്. അതിൽ രക്തബന്ധങ്ങൾക്ക് ഒരു സ്ഥാനവുമില്ല. സദസ്സ് ശ്വാസം അടക്കിപ്പിടിച്ചു നിന്നു. സലിം ഒന്നും മിണ്ടിയില്ല. അവൻ ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറായിരുന്നു. പക്ഷേ അക്ബർ തുടർന്നു. പക്ഷേ നീ എൻ്റെ മകനാണ്. ഈ സാമ്രാജ്യത്തിൻ്റെ ഏക കിരീടാവകാശിയാണ്. നിന്നെ വധിച്ചാൽ എനിക്ക് ശേഷം ഈ രാജ്യത്തിന് ഒരവകാശി ഇല്ലാതാകും. അതുകൊണ്ട് ഞാൻ നിനക്കൊരവസരം കൂടി തരാൻ തീരുമാനിച്ചിരിക്കുന്നു. അക്ബർ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് സലിമിൻ്റെ അടുത്തേക്ക് സാവധാനം നടന്നു വന്നു. അവൻ്റെ കൺമുന്നിൽ വന്നു നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നിനക്ക് മുന്നിൽ ഞാനൊരു തിരിഞ്ഞെടുപ്പ് വയ്ക്കുന്നു. നിന്റെ പ്രണയമാണോ അതോ നിന്റെ ജീവനാണോ നിനക്ക് വലുത് എന്ന് തീരുമാനിക്കാനുള്ള അവസരം. ഒന്നുകിൽ നീ ആ നർത്തകിയെ മറക്കുക, അവളെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക. അവളുടെ വിധി ഞാൻ തീരുമാനിക്കും. അങ്ങനെ ചെയ്താൽ നിനക്ക് ഞാൻ മാപ്പ് തരാം. നീ വീണ്ടും ഈ രാജ്യത്തിൻ്റെ കിരീടാവകാശിയായി തുടരും. അല്ലെങ്കിൽ അക്ബർ ഒരു നിമിഷം നിർത്തി. എന്നിട്ട് സലിമിൻ്റെ കണ്ണുകളിലേക്ക് നേരിട്ട് നോക്കി. ആ നോട്ടം ഒരു മൂർച്ചയേറിയ കത്തി പോലെയായിരുന്നു. അല്ലെങ്കിൽ നീ നിന്റെ പ്രണയത്തിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെയെങ്കിൽ ആ നർത്തകിയുടെ ജീവനു പകരമായി നിന്റെ ജീവൻ ഞാൻ എടുക്കും. സൂര്യോദയത്തിനു മുൻപ് ഒരു സാധാരണ രാജ്യദ്രോഹിയെപ്പോലെ നിന്റെ തലയറുക്കപ്പെടും. ആ വാക്കുകൾ കേട്ട സദസ്സ് ഒന്നടങ്കം നടുങ്ങി. സലിമിൻ്റെ കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുന്നതുപോലെ അവന് തോന്നി. ഇങ്ങനെയൊരു തിരഞ്ഞെടുപ്പ് അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഒന്നുകിൽ അനാർക്കലിയുടെ മരണം, അല്ലെങ്കിൽ തൻ്റെ മരണം. തൻ്റെ അച്ഛൻ എത്രത്തോളം ക്രൂരനാകുമെന്ന് അവൻ ആ നിമിഷം തിരിച്ചറിഞ്ഞു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ നിസ്സഹായനായി അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി. അവിടെ ദയയുടെ ഒരു കണിക പോലുമില്ല. അവൻ്റെ മുന്നിൽ 2 വഴികളേയുള്ളൂ. രണ്ടിലും മരണം പതിയിരിക്കുന്നു. ഒന്നുകിൽ അനാർക്കലിയുടെ, അല്ലെങ്കിൽ തൻ്റേത്. ആ നിമിഷം ആ യുദ്ധക്കളത്തിൽ വെച്ചേട്ട പരാജയത്തേക്കാൾ വലിയ പരാജയം അവൻ ഏറ്റുവാങ്ങുകയായിരുന്നു.
ചക്രവർത്തി സലീമിനു മുന്നിൽ വെച്ച ആ ഭയാനകമായ തിരഞ്ഞെടുപ്പിൻ്റെ വാർത്ത കാട്ടുതീ പോലെ കൊട്ടാരത്തിനുള്ളിൽ പടർന്നു. അന്തഃപുരത്തിലെ സ്ത്രീകളുടെ അടക്കം പറച്ചിലുകളിലൂടെയും കാവൽക്കാരുടെ സഹതാപം നിറഞ്ഞ നോട്ടങ്ങളിലൂടെയും ആ വാർത്ത ഒടുവിൽ അനാർക്കലിയുടെ തടവറയുടെ കൽച്ചുവരുകൾക്കുള്ളിലുമെത്തി. വാർത്ത കൊണ്ടുവന്നത് സലീമിൻ്റെ അമ്മ ജോധാബായിയുടെ വിശ്വസ്തയായ ഒരു ദാസിയാണ്. അവൾ രഹസ്യമായി കൊണ്ടുവന്ന ഭക്ഷണപ്പൊതിയിൽ ഒളിപ്പിച്ച ഒരു കുറിപ്പിലായിരുന്നു ആ സന്ദേശം. ഒന്നുകിൽ അനാർക്കലിയുടെ ജീവൻ, അല്ലെങ്കിൽ സലീമിൻ്റെ ജീവൻ. സൂര്യോദയത്തിന് മുൻപ് ഒരു തീരുമാനം അറിയിക്കണം. ആ കുറിപ്പ് വായിച്ച അനാർക്കലിയുടെ കണ്ണുകളിൽ ഇരുട്ട് കയറുന്നതുപോലെ തോന്നി. അവളുടെ കൈകൾ വിറച്ചു, ശ്വാസം നിലച്ചുപോയി. ലോകം മുഴുവൻ ഒരു നിമിഷം നിശ്ചലമായതുപോലെ. അവൾക്ക് മുന്നിൽ 2 വാതിലുകളുണ്ട്. ഒന്നിൽ കൂടി പുറത്തിറങ്ങിയാൽ അവൾക്ക് ജീവൻ തിരികെ കിട്ടും. പക്ഷേ ആ വാതിൽ തുറക്കുന്നത് സലീമിൻ്റെ മരണത്തിലേക്കാണ്. 2ാമത്തെ വാതിൽ തുറന്നാൽ സലീം ജീവിക്കും. പക്ഷേ എന്നേക്കുമായി അടയുന്നത് അവളുടെ ജീവൻ്റെ വാതിലായിരിക്കും. ഇങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് നടത്താൻ ഏത് കാമുകിക്കാണ് കഴിയുക? അവൾ ആ തണുത്ത തറയിലിരുന്ന് പൊട്ടിക്കരഞ്ഞു. അവളുടെ കണ്ണുനീർ ആ കല്ലുകളിൽ വീണ് ചിതറി. എന്തിനാണ് വിധി തന്നോടിത്ര ക്രൂരമായി പെരുമാറുന്നതെന്ന് അവൾ ഓർത്തു. സലീമിനെ സ്നേഹിച്ചതൊരു തെറ്റായിരുന്നു. ഒരു സാധാരണ പെൺകുട്ടിയെപ്പോലെ പ്രണയിക്കാനും സ്നേഹിക്കുന്ന പുരുഷനോടൊപ്പം ജീവിക്കാനും തനിക്ക് അവകാശമില്ലേ? അവളുടെ മനസ്സിൽ 1000 ചോദ്യങ്ങൾ ഒരുമിച്ച് അലയടിച്ചു. അവൾ സലീമിനോടൊപ്പം ചെലവഴിച്ച നിമിഷങ്ങൾ ഓർത്തു. ആ പൂന്തോട്ടത്തിലെ ആദ്യത്തെ കൂടിക്കാഴ്ച, അവൻ്റെ കണ്ണുകളിലെ പ്രണയം, അവൻ അവൾക്ക് വേണ്ടി എഴുതിയ കവിതകൾ. ഓരോ ഓർമ്മയും അവളുടെ ഹൃദയത്തിലൊരു മുറിപ്പാടുണ്ടാക്കി. സലീമില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് അവൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. പക്ഷേ തനിക്ക് വേണ്ടി സലീം മരിക്കുന്നതിനെക്കുറിച്ച് അവൾക്കെങ്ങനെ ചിന്തിക്കാൻ കഴിയും? താൻ കാരണം മുഗൾ സാമ്രാജ്യത്തിൻ്റെ കിരീടാവകാശി ഒരു രാജ്യദ്രോഹിയെപ്പോലെ തലയെറുക്കപ്പെട്ടു മരിക്കുക. ആ ചിന്ത അവളെ ഭ്രാന്ത് പിടിപ്പിച്ചു. ഇല്ല, അതിനു മാത്രം അവൾ സ്വാർത്ഥയല്ല. തൻ്റെ ജീവനേക്കാൾ വലുതാണ് അവൾക്കവൻ്റെ ജീവൻ. ആ രാത്രി ആ തടവറയിൽ അവൾ ഉറങ്ങിയില്ല. അവൾ തൻ്റെ ജീവിതം ഒരു തുലാസിൽ വെച്ച് തൂക്കി നോക്കുകയായിരുന്നു. ഒരു തട്ടിൽ അവളുടെ ജീവൻ, അവളുടെ സ്വപ്നങ്ങൾ, അവളുടെ ആഗ്രഹങ്ങൾ. മറുതട്ടിൽ സലീമിൻ്റെ ജീവൻ. ആ തുലാസ് എങ്ങോട്ടാണ് ചായുന്നതെന്ന് അവൾക്ക് സംശയമൊന്നുമില്ലായിരുന്നു. പ്രണയം വെറുമൊരു വികാരം മാത്രമല്ല, അതൊരു ത്യാഗം കൂടിയാണെന്ന് അവൾ തിരിച്ചറിയുകയായിരുന്നു. സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് ഒരു തീരുമാനമെടുക്കണം. സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു. അവളുടെ കരച്ചിൽ പതിയെ നിന്നു. അവളുടെ മുഖത്ത് ഭയമായിരുന്നില്ല, മറിച്ച് എന്തോ ഒന്നുറപ്പിച്ചതിൻ്റെ ശാന്തതയായിരുന്നു. അവളൊരു തീരുമാനമെടുത്തിരുന്നു. അവളുടെ പ്രണയത്തിൻ്റെ അവസാന അധ്യായം അവൾ തന്നെ എഴുതാൻ തീരുമാനിച്ചു. നേരം പുലരാൻ തുടങ്ങുന്നതിൻ്റെ ആദ്യത്തെ സൂചനകൾ കണ്ടു തുടങ്ങിയപ്പോൾ അവൾ കാവൽക്കാരനെ വിളിച്ചു. അവളുടെ ശബ്ദത്തിന് ഒരു വിറയലും ഉണ്ടായിരുന്നില്ല. എനിക്ക് ചക്രവർത്തിയെ കാണണം. എൻ്റെ തീരുമാനം അദ്ദേഹത്തെ നേരിട്ടറിയിക്കണം. അവളുടെ ആവശ്യം കേട്ട് കാവൽക്കാരനൊന്ന് ഞെട്ടി. ഒരു മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട തടറുകാരി ചക്രവർത്തിയെ കാണണമെന്നാവശ്യപ്പെടുക. എങ്കിലും അവളുടെ മുഖത്തെ ഭാവം കണ്ടപ്പോൾ അയാൾക്ക് എതിർക്കാൻ തോന്നിയില്ല. അയാൾ ആ സന്ദേശം മുകളിലുള്ള ഉദ്യോഗസ്ഥരെ അറിയിച്ചു. കൊട്ടാരം മുഴുവൻ ഉണർന്നിരിക്കുകയായിരുന്നു. സലീമിൻ്റെ വിധി എന്തായിരിക്കുമെന്നറിയാൻ എല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് അനാർക്കലിയുടെ ഈ ആവശ്യമെത്തുന്നത്. വാർത്ത അക്ബർ ചക്രവർത്തിയുടെ ചെവിയിലുമെത്തി. അദ്ദേഹം ഒരു നിമിഷം ആലോചിച്ചു. ഒടുവിൽ അവളെ തൻ്റെ മുന്നിൽ ഹാജരാക്കാൻ അദ്ദേഹം കൽപ്പിച്ചു. തൻ്റെ പ്രണയത്തിനു വേണ്ടി, തൻ്റെ കാമുകൻ്റെ ജീവനു വേണ്ടി സ്വന്തം മരണമേറ്റുവാങ്ങാൻ അവൾ തയ്യാറെടുക്കുകയായിരുന്നു. അനാർക്കലിയെ കാവൽക്കാർ അക്ബർ ചക്രവർത്തിയുടെ സ്വകാര്യ മുറിയിലേക്ക് കൊണ്ടുപോയി. ഒരു കുറ്റവാളിയെപ്പോലെയല്ല അവൾ നടന്നത്. തലയുയർത്തിപ്പിടിച്ച് ഒരു രാജ്ഞിയുടെ പ്രൗഢിയോടെ. അവളുടെ മുഖത്തെ ഭയമില്ലായ്മ കണ്ട് കാവൽക്കാർക്ക് പോലും അത്ഭുതം തോന്നി. ആ മുറിയിൽ അക്ബർ തനിച്ചായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിശ്വസ്തരായ 2 മന്ത്രിമാരും അവിടെയുണ്ടായിരുന്നു. ആരുമൊന്നും സംസാരിക്കുന്നില്ല. മുറിയിൽ മെഴുകുതിരികൾ കത്തുന്ന ശബ്ദം മാത്രം. അനാർക്കലി ചക്രവർത്തിയുടെ മുന്നിൽ വന്നു നിന്നു. അവൾ തലകുനിച്ചില്ല. അവൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലേക്ക് നേരിട്ട് നോക്കി. അക്ബറിൻ്റെ പുരികങ്ങൾ ചെറുതായെന്നുയർന്നു. ഈ പെൺകുട്ടിയിൽ നിന്ന് ഇങ്ങനെയൊരു നോട്ടം അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നില്ല. നിന്റെ തീരുമാനം അറിയിക്കാൻ വന്നതാണോ? ഗാംഭീര്യമുള്ള ശബ്ദത്തിൽ അദ്ദേഹം ചോദിച്ചു.
അതേ ചക്രവർത്തി. അനാർക്കലിയുടെ ശബ്ദം ശാന്തവും ദൃഢവുമായിരുന്നു. ഞാൻ എൻ്റെ ജീവൻ ത്യജിക്കാൻ തയ്യാറാണ്. രാജകുമാരൻ ജീവിക്കണം. ഈ സാമ്രാജ്യത്തിന് അദ്ദേഹത്തെ ആവശ്യമുണ്ട്. ആ വാക്കുകൾ കേട്ട് മന്ത്രിമാർ പരസ്പരം നോക്കി. ഒരു സാധാരണ നർത്തകിയിൽ നിന്ന് ഇത്രയും വലിയൊരു ത്യാഗം അവർ പ്രതീക്ഷിച്ചില്ല. അക്ബർ കുറച്ചുനേരം നിശബ്ദനായി അവളെ തന്നെ നോക്കിയിരുന്നു. ആ കണ്ണുകളിലെ ഭാവം എന്താണെന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ അവളുടെ ധൈര്യത്തെ അദ്ദേഹം മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നുണ്ടാവാം. നിനക്കും മരണത്തെ ഭയമില്ലേ? അദ്ദേഹം ചോദിച്ചു. അനാർക്കലിയുടെ ചുണ്ടിൽ നേർത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. അതൊരു സങ്കടം നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു. പ്രണയിക്കുന്ന പുരുഷനില്ലാതെ ജീവിക്കുന്നതിനേക്കാൾ വലിയൊരു മരണമില്ല ചക്രവർത്തി. എൻ്റെ ശരീരം മാത്രമേ മരിക്കുന്നുള്ളൂ. എൻ്റെ ആത്മാവ് എപ്പോഴും രാജകുമാരനോടൊപ്പം തന്നെയുണ്ടാകും. അവളുടെ മറുപടി അക്ബറിനെ വീണ്ടും നിശബ്ദനാക്കി. ഒടുവിൽ അദ്ദേഹം പറഞ്ഞു, നിന്റെ ആഗ്രഹം പോലെ നടക്കും. സൂര്യനുദിക്കുമ്പോൾ സലീമിനു ഞാൻ മാപ്പ് നൽകും. അവൻ വീണ്ടും കിരീടാവകാശിയാകും. അങ്ങേക്ക് നന്ദി, അനാർക്കലി പറഞ്ഞു. പക്ഷേ എൻ്റെ ജീവൻ എടുക്കുന്നതിന് മുൻപ് എനിക്കൊരാഗ്രഹം കൂടിയുണ്ട്. എൻ്റെ അവസാനത്തെ ആഗ്രഹം. അക്ബറിൻ്റെ മുഖം കടുത്തു. ഒരു തടവുകാരി ആഗ്രഹം പ്രകടിപ്പിക്കുകയോ? എന്താണ് നിന്റെ ആഗ്രഹം? അദ്ദേഹം ചോദിച്ചു. അനാർക്കലിയുടെ കണ്ണുകൾ ഒരു നിമിഷം നിറഞ്ഞു. പക്ഷേ അവളത് പുറത്തു കാണിച്ചില്ല. എൻ്റെ അവസാനത്തെ രാത്രി സലീം രാജകുമാരനോടൊപ്പം ചെലവഴിക്കാൻ എന്നെ അനുവദിക്കണം. എൻ്റെ ഭാര്യയായി അദ്ദേഹത്തോട് യാത്ര പറയാൻ. അദ്ദേഹം അറിയരുത് ഇത് ഞങ്ങളുടെ അവസാനത്തെ രാത്രിയാണെന്ന്. ഞാൻ അങ്ങയുടെ കൽപ്പന അനുസരിച്ച് ദൂരേക്കെവിടെയൊക്കെ പോകുകയാണെന്ന് ഞാൻ അദ്ദേഹത്തെ വിശ്വസിപ്പിച്ചു കൊള്ളാം. സൂര്യനുദിക്കുമ്പോൾ അദ്ദേഹം ഉണരും മുൻപ് എന്നെ കൊണ്ടുപോയി ശിക്ഷ നടപ്പാക്കണം. അതൊരു വിചിത്രമായ ആവശ്യമായിരുന്നു. പക്ഷേ അതിലൊരു ആഴമുണ്ടായിരുന്നു. താൻ മരിക്കുകയാണെന്നറിഞ്ഞാൽ ഒരുപക്ഷെ സലീം വീണ്ടും പൊട്ടിത്തെറിച്ചേക്കാം. എന്നാൽ അവൾ അവനെ ഉപേക്ഷിച്ചു പോയി എന്ന് വിശ്വസിച്ചാൽ കാലക്രമേണ അവൻ ആ മുറിവിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാം. അക്ബർ ചക്രവർത്തി ഒരു ഭരണാധികാരിയുടെ കണ്ണുകളിലൂടെ ആ ആവശ്യം കണ്ടു. അത് തൻ്റെ ലക്ഷ്യം കൂടുതൽ എളുപ്പമാക്കുമെന്ന് അദ്ദേഹത്തിന് തോന്നി. ഒരുപാട് നേരത്തെ ആലോചനകൾക്ക് ശേഷം അദ്ദേഹം തലയാട്ടി. അങ്ങനെയാകട്ടെ, നിന്റെ അവസാനത്തെ ആഗ്രഹം ഞാൻ സാധിച്ചു തരുന്നു. പക്ഷേ ഓർമ്മ വേണം, സൂര്യൻ്റെ ആദ്യത്തെ കിരണം ഈ ഭൂമിയിൽ പതിക്കുമ്പോൾ നിന്റെ കഥ അവസാനിച്ചിരിക്കും. ആ വാക്കുകൾ ആ മുറിയിൽ തട്ടി പ്രതിധ്വനിച്ചു. അനാർക്കലി കണ്ണുകളടച്ച് തൻ്റെ വിധി സ്വീകരിച്ചു. സൂര്യൻ്റെ ആദ്യത്തെ കിരണങ്ങൾ ആഗ്രാ കോട്ടയുടെ മിനാരങ്ങളെ സ്വർണം പൂശുന്നതിന് തൊട്ടു മുൻപുള്ള ആ തണുത്ത യാമത്തിൽ കൊട്ടാരത്തിനടുത്തുള്ള ഒരു ഒഴിഞ്ഞ പറമ്പിൽ കുറച്ചാളുകൾ നിശബ്ദമായി ഒത്തുകൂടിയിരിക്കുന്നു. അവിടെ പുതുതായി പണിതുകൊണ്ടിരിക്കുന്ന ഒരു മതിലിൻ്റെ ഭാഗം മാത്രം പൂർത്തിയാകാതെ നിൽക്കുന്നു. അതിനകത്ത് ഒരാൾക്ക് നിൽക്കാൻ പാകത്തിനുള്ള ഒരിടമൊഴിച്ചിട്ടിട്ടുണ്ട്. അനാർക്കലിയെ അവിടേക്ക് കൊണ്ടുവരുന്നു. അവൾ അവസാനമായി ആകാശത്തേക്ക് നോക്കുന്നു. കിഴക്ക് വെള്ളക്കീറി തുടങ്ങുന്നതേയുള്ളൂ. പക്ഷേ തനിക്കു വേണ്ടി ആ സൂര്യൻ ഇനി ഉദിക്കില്ലെന്നവൾക്കറിയാം. അവളുടെ മുഖത്ത് ഭയത്തിൻ്റെ ഒരു കണിക പോലുമില്ല. അവൾ അവസാനമായി കണ്ണുകളടച്ച് സലീമിൻ്റെ മുഖം മനസ്സിലോർക്കുന്നു. അവനിപ്പോൾ തൻ്റെ മുറിയിൽ താൻ അവനെ ഉപേക്ഷിച്ചു പോയി എന്ന് വിശ്വസിച്ച് സമാധാനമായി ഉറങ്ങുകയായിരിക്കും. ആ ചിന്ത അവൾക്കൊരു നേർത്ത ആശ്വാസം നൽകുന്നു. കാവൽക്കാർ അവളെ ആ മതിലിനുള്ളിലെ ചെറിയ ഇടത്തിലേക്ക് നിർത്തുമ്പോൾ അവൾ എതിർക്കുന്നില്ല. കൊട്ടാരത്തിലെ പ്രധാന ശില്പി നിറകണ്ണുകളോടെ തൻ്റെ ജോലിക്കാരോട് ഇഷ്ടികകൾ വയ്ക്കാൻ ആംഗ്യം കാണിക്കുന്നു. അവർക്കാർക്കും ആ പെൺകുട്ടിയുടെ മുഖത്തേക്ക് നോക്കാൻ ധൈര്യമില്ല. ഓരോ ഇഷ്ടിക വയ്ക്കുമ്പോഴും പുറം ലോകവുമായുള്ള അവളുടെ ബന്ധം കുറഞ്ഞു വരികയാണ്. വെളിച്ചം പതിയെ മാഞ്ഞു പോകുന്നു. പുറത്തെ ശബ്ദങ്ങൾ നേർത്ത് വരുന്നു. അവൾക്ക് ചുറ്റും ഇരുട്ട് കനക്കുന്നു. അവസാനത്തെ ഇഷ്ടികയും വെച്ച് ആ ദ്വാരം അടയ്ക്കുന്നതിനു മുൻപ് ശില്പി അവസാനമായി അവളോട് ചോദിക്കുന്നു, മാപ്പ്. ആ വാക്ക് ആ ഇരുട്ടിൽ എവിടെയോ അലിഞ്ഞു ചേരുന്നു. പിന്നെ പൂർണ്ണമായ നിശബ്ദത. ജീവനുള്ള ഒരു ശരീരം, ഒരു പ്രണയത്തിൻ്റെ ഓർമ്മ ആ മതിലിനുള്ളിൽ എന്നേക്കുമായി അടക്കം ചെയ്യപ്പെടുന്നു. ആരും കേൾക്കാത്ത ഒരു നിലവിളി ആ കല്ലുകൾക്കുള്ളിൽ കുടുങ്ങിപ്പോയിരിക്കാം. അതോ തൻ്റെ പ്രിയപ്പെട്ടവനെ രക്ഷിക്കാൻ കഴിഞ്ഞതിൻ്റെ സംതൃപ്തിയോടെ അവൾ ശാന്തമായി മരണം വരിച്ചുവോ? ആർക്കും അറിയില്ല. സൂര്യൻ ഉദിച്ചപ്പോൾ സലീം രാജകുമാരൻ ഉണരുന്നത് ഒരു ദുസ്വപ്നത്തിൽ നിന്നെന്ന പോലെയാണ്. അവൻ ചുറ്റും നോക്കുന്നു. അനാർക്കലി എവിടെ? ഇന്നലെ രാത്രി അവൾ തന്നോട് യാത്ര പറഞ്ഞത് അവൻ ഓർക്കുന്നു. ചക്രവർത്തിയുടെ കൽപ്പനയനുസരിച്ച് അവൾ ദൂരെ എവിടേക്കോ പോകുകയാണെന്ന്, എന്നെങ്കിലും ഒരിക്കൽ തിരികെ വരുമെന്ന്. അവൻ്റെ ഹൃദയം വേദനിച്ചെങ്കിലും
അവൾ ജീവനോടെയുണ്ടല്ലോ എന്ന ആശ്വാസത്തിലായിരുന്നു അവൻ. പക്ഷെ മുറിയിലെ നിശബ്ദത അവനെ ഭയപ്പെടുത്തി. അവളുടെ ഒരു അടയാളം പോലുമില്ല. അവൻ ഭ്രാന്തനെ പോലെ കൊട്ടാരത്തിലൂടെ ഓടി. അവൻ്റെ അമ്മയെ കണ്ടു, പരിചാരകരെ കണ്ടു. എല്ലാവരുടെയും മുഖത്ത് സങ്കടവും സഹതാപവും. ആരും ഒന്നും പറയുന്നില്ല. അവരുടെ എല്ലാം കണ്ണുകൾ അവനിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. ഒടുവിൽ ആ സത്യം അവൻ തിരിച്ചറിയുന്നു. ഒരുപക്ഷെ തന്നോട് സഹതാപം തോന്നിയ ഒരു കാവൽക്കാരനായിരിക്കാം ആ രഹസ്യം അവനോട് പറഞ്ഞത്. അനാർക്കലി അവനെ ഉപേക്ഷിച്ചു പോയതല്ല, അവളെ ജീവനോടെ കല്ലറയിൽ അടക്കിയെന്ന്. ആ നിമിഷം സലീമിൻ്റെ ലോകം അവസാനിക്കുകയായിരുന്നു. അവൻ്റെ അലർച്ച ആഗ്ര കോട്ടയുടെ ചുവരുകളെ വിറപ്പിച്ചു. അവൻ്റെ കണ്ണുനീർ ഒരു പ്രളയം പോലെ ഒഴുകി. അവൻ്റെ ഹൃദയം തകർന്നു തരിപ്പണമായി. താൻ സ്നേഹിച്ച പെൺകുട്ടിയെ, തനിക്ക് വേണ്ടി ജീവൻ ത്യജിച്ചവളെ തൻ്റെ അച്ഛൻ ഇഞ്ചിഞ്ചായി കൊന്നുകളഞ്ഞിരിക്കുന്നു. അവൻ്റെ സ്നേഹം അവളുടെ മരണത്തിന് കാരണമായിരിക്കുന്നു. ആ കുറ്റബോധം ഒരു തീ പോലെ അവനെ പൊള്ളിച്ചു. അവൻ്റെ ഉള്ളിലെ പ്രണയിയായ സലീം അന്നു മരിച്ചു. പകരം ഹൃദയം കല്ലായിപ്പോയ ക്രൂരനായൊരു കിരീടാവകാശി ജനിക്കുകയായിരുന്നു. ചില കഥകൾ പറയുന്നത് പിന്നീട് അക്ബർ ചക്രവർത്തിയുടെ മരണശേഷം ജഹാംഗീർ എന്ന പേരിൽ ചക്രവർത്തിയായപ്പോൾ അവൻ ആ മതിൽ പൊളിച്ച് അവളുടെ ഭൗതികാവശിഷ്ടങ്ങൾ പുറത്തെടുത്ത് ഇന്നത്തെ പാകിസ്ഥാനിലെ ലാഹോറിൽ കൊണ്ടുപോയി മനോഹരമായൊരു ശവകുടീരം പണിതു എന്നാണ്. ആ പ്രണയത്തിൻ്റെ നിത്യസ്മാരകമായി ലാഹോറിൽ ഇന്നും ആ ശവകുടീരം തലയുയർത്തി നിൽക്കുന്നു. വെണ്ണക്കല്ലിൽ തീർത്ത ആ മനോഹരമായ കെട്ടിടത്തിനുള്ളിലെ കല്ലറയിൽ ഇങ്ങനെ കൊത്തിവെച്ചിരിക്കുന്നതായി പറയപ്പെടുന്നു. എൻ്റെ പ്രിയപ്പെട്ടവളുടെ മുഖം ഒരു തവണ കൂടി കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ലോകാവസാനം വരെ ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞേനെ. ഇതെഴുതി വെച്ചത് മജ്നൂൻ സലീം അക്ബർ അഥവാ സലീം അക്ബറിനാൽ ഭ്രാന്തനാക്കപ്പെട്ടവൻ എന്നാണ്. ഈ ശവകുടീരമാണ് അനാർക്കലി എന്ന കഥാപാത്രം ജീവിച്ചിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായി പലരും ഉയർത്തിക്കാട്ടുന്നത്. പക്ഷേ ഇവിടെയാണ് കഥയിലൊരു വലിയ ട്വിസ്റ്റ് വരുന്നത്. ഈ കഥ നമ്മൾ ഇന്ന് കേൾക്കുന്ന രൂപത്തിൽ സത്യമാണോ? ഭൂരിഭാഗം പ്രമുഖ ചരിത്രകാരന്മാരും പറയുന്നത് അല്ല എന്നാണ്. അനാർക്കലി എന്നൊരു കഥാപാത്രം ചരിത്രത്തിൽ ജീവിച്ചിരുന്നതിന് വ്യക്തമായ ഒരു തെളിവുമില്ല. അക്ബറിൻ്റെയോ ജഹാംഗീറിൻ്റെയോ കൊട്ടാര രേഖകളിലോ അവരുടെ ആത്മകഥകളിലോ ഇങ്ങനൊരു സംഭവത്തെക്കുറിച്ച് ഒരു സൂചന പോലുമില്ല. അത്രയും വലിയൊരു പ്രണയവും ഒരു യുദ്ധവും ജീവനോടെ ഒരു നർത്തകിയെ കുഴിച്ചുമൂടിയ സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് അന്നത്തെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്താതെ പോകുമോ? പ്രത്യേകിച്ചും അക്ബറിൻ്റെ ഭരണകാലത്തെ എല്ലാ ചെറിയ കാര്യങ്ങളും രേഖപ്പെടുത്തി വെച്ച അക്ബർനാമ പോലുള്ള ഗ്രന്ഥങ്ങളിൽ. അപ്പോൾ ഈ കഥ എവിടെ നിന്ന് വന്നു? ഇതിന് പല വിശദീകരണങ്ങളുണ്ട്. അതിലൊന്ന് വില്യം ഫിഞ്ച് എന്നൊരു ഇംഗ്ലീഷ് വ്യാപാരിയുടെ കുറിപ്പുകളിൽ നിന്നാണ്. ജഹാംഗീർ ചക്രവർത്തിയുടെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച ആളാണ് ഫിഞ്ച്. അദ്ദേഹം ലാഹോറിലെ ഈ ശവകുടീരം കണ്ടിരുന്നു. അവിടുത്തെ ആളുകൾ പറയുന്ന ഒരു കഥ അദ്ദേഹം തൻ്റെ ഡയറിയിൽ കുറിച്ചുവെച്ചു. ആ കഥയനുസരിച്ച് അക്ബർ ചക്രവർത്തിയുടെ ഭാര്യമാരിലൊരാളായ ദാനിയാൽ ഷായുടെ അമ്മ സലീം രാജകുമാരനുമായി പ്രണയത്തിലാണെന്ന് സംശയിച്ച അക്ബർ അവരെ ജീവനോടെ കുഴിച്ചുമൂടി എന്നാണ്. ഈ കഥയിലെ നായിക ഒരു നർത്തകിയല്ല, മറിച്ച് ഒരു രാജ്ഞിയാണ്. ഈ കഥ പിന്നീട് പല കൈമറിഞ്ഞ് പല ഭാവനകളും കൂട്ടിച്ചേർത്ത് നമ്മൾ ഇന്നറിയുന്ന സലീം അനാർക്കലി പ്രണയകഥയായി മാറിയതാകാം. ഈ കഥയ്ക്ക് ഇത്രയധികം പ്രചാരം ലഭിച്ചതിന് പിന്നിൽ മറ്റൊരു വലിയ കാരണമുണ്ട്. അത് 1960 പുറത്തിറങ്ങിയ മുഗളെ ആസം എന്ന സിനിമയാണ്. ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ലാസിക്കുകളിലൊന്നായ ആ സിനിമ അനാർക്കലിയുടെ കഥയെ സാധാരണക്കാരുടെ മനസ്സിൽ ഒരു സത്യം പോലെ പതിപ്പിച്ചു. അതിലെ ദിലീപ് കുമാറിൻ്റെ സലീമും മധുബാലയുടെ അനാർക്കലിയും പൃഥ്വിരാജ് കപൂറിൻ്റെ അക്ബറും നമ്മുടെ എല്ലാം മനസ്സിൽ ആ കഥാപാത്രങ്ങളുടെ മുഖങ്ങളായി മാറി. സിനിമയിലെ ആ കണ്ണാടി കൊട്ടാരവും പ്രണയഗാനങ്ങളും സംഭാഷണങ്ങളും അനാർക്കലിയെ ജീവനോടെ അടക്കം ചെയ്യുന്ന ആ രംഗവുമെല്ലാം ചരിത്രത്തെക്കാൾ സത്യമായി ആളുകൾ വിശ്വസിച്ചു. അപ്പോൾ സത്യമേത് മിഥ്യയേത് എന്ന ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല. ചിലപ്പോൾ ചില കഥകൾ ചരിത്രത്തെക്കാൾ വലുതായിരിക്കും. അവയുടെ സൗന്ദര്യം അവയുടെ സത്യസന്ധതയിലല്ല, മറിച്ച് അവ നമ്മളോട് പറയുന്ന വികാരങ്ങളിലാണ്. അധികാരവും പ്രണയവും തമ്മിലുള്ള ഏറ്റുമുട്ടലിൻ്റെ കഥ, ഒരു സാധാരണക്കാരിയുടെ അസാധാരണമായ ധൈര്യത്തിൻ്റെ കഥ, ത്യാഗത്തിൻ്റെ കഥ. അനാർക്കലി ജീവിച്ചിരുന്നോ ഇല്ലയോ എന്നതിനപ്പുറം അവളുടെ ഓർമ്മ ഒരു ഇതിഹാസമായി ഇന്നും ജീവിക്കുന്നു. ഇനി പതിയെ നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ലാഹോറിലെ
ആ വെണ്ണക്കൽ കുടീരത്തെക്കുറിച്ചോർക്കാം. അതിനുള്ളിൽ ഉറങ്ങുന്ന പ്രണയത്തെക്കുറിച്ചോർക്കാം. സലീമിൻ്റെയും അനാർക്കലിയുടെയും ലോകത്തുനിന്ന് നമുക്ക് പതിയെ തിരികെ വരാം. അവരുടെ ലോകത്തെ സംഘർഷങ്ങളും പ്രണയവും കണ്ണുനീരുമെല്ലാം കാലത്തിൻ്റെ വലിയ പുഴയിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. ആ കഥയുടെ അലയൊലികൾ നിങ്ങളുടെ മനസ്സിൽ ഒരു നേർത്ത സംഗീതം പോലെ അലിഞ്ഞു ചേരട്ടെ. ആഗ്ര കോട്ടയുടെ മിനാരങ്ങളിൽ തട്ടിവരുന്ന കാറ്റിൽ ഒരുപക്ഷെ അവരുടെ കഥ ഇപ്പോഴും തങ്ങി നിൽക്കുന്നുണ്ടാവാം. യമുനയുടെ ഓളങ്ങളിൽ അവരുടെ പ്രണയത്തിൻ്റെ ഓർമ്മകളുണ്ടാവാം. ആ ഓർമ്മകൾ നിങ്ങളെ ശാന്തമായ ഒരു ഉറക്കത്തിലേക്ക് നയിക്കട്ടെ. ആ കഥയിലെ വേദനകളും സംഘർഷങ്ങളുമെല്ലാം അവസാനിച്ചു. ഇപ്പോൾ നിശബ്ദതയും സമാധാനവും മാത്രം. നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും വിശ്രമം നൽകുക. നല്ല സ്വപ്നങ്ങൾ നിങ്ങളെ തേടി വരട്ടെ. പ്രിയ സ്വപ്നസഞ്ചാരി, നിങ്ങൾക്ക് ഞാൻ നല്ലൊരു ശുഭരാത്രി നേരുന്നു.